എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് വേൾഡ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു ലോകം. ആ ലോകം എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് കെട്ടിപ്പടുത്തത്, അതിലേക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം പ്രയത്നങ്ങൾ വേണ്ടി വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളിവിടെ നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് തയ്യാറാക്കാൻ സ്വീകരിച്ച മെത്തേഡ് എന്ന് പറയുന്നത് പല വ്യക്തികൾ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസാണ്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഉള്ള ആൾക്കാരാണ്. അതായത് ചില ആളുകളെന്ന് പറയുന്നിടത്ത് തീവ്രമായ വലതുപക്ഷ വ്യതിയാനമുള്ള ആൾക്കാരുടെ ആർട്ടിക്കിൾസ് ഉണ്ട്, അതേപോലെ തന്നെ തീവ്ര ഇടത് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെയും ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് നേരെ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് ഉണ്ടായത്. ആർട്ടിക്കിൾസ് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എടുത്ത് ഇങ്ങോട്ട് റെഡിയാക്കിയൊരു ആർട്ടിക്കിൾസാണ് അല്ലെങ്കിൽ നോട്ട്സാണ് നമ്മളുടേത്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു മേഖലയ്ക്ക്, അതായത് ആ ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷമുള്ള നമ്മളുടെ ഒരു ലോക ചരിത്രം എന്ന് പറയുമ്പോൾ പല ചിന്താഗതിയിലുള്ള കാഴ്ചപ്പാടിലുള്ള എഴുത്തുകാർ, സാഹിത്യകാരന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ചരിത്രകാരന്മാരാണ്. അവരുടെ രീതിയിൽ അവർ ഏത് വിശ്വാസഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണോ ആ രീതിയിലായിരിക്കും അവരെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന നോട്ട്സിൽ ആ ഒരു സ്വാധീനം കണ്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ എന്ന് പറഞ്ഞ 6 ഘടകങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഘടകങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. അത് ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്കോസോക്, എക്കണോമിക് ആൻഡ് സോഷ്യൽ, അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലേ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിനെ പറ്റി പഠിച്ചു, ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനെ പറ്റി പഠിച്ചു, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ പറ്റി പഠിച്ചു അല്ലേ. ഇതേപോലെ ഈ ഘടകങ്ങൾക്ക് പുറമെ ഇവിടെ നമുക്ക് ഒരുപാട് മറ്റ് സംഘടനകളെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ആ സംഘടനകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള സംഘടനകളുമാണ് അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. അത് എന്തെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ പഠിക്കാം. എന്നിരുന്നാലും ജസ്റ്റ് ഇവിടെ ഒരു ഒഴുക്കൻ മട്ടിൽ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഘടനകളെന്നൊക്കെ പറയുന്നത് നമുക്കെന്തറിയാം, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ILO എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്നാണ് പറയുന്നത്. അതായത് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ നിലവിൽ വന്ന ഒരു സംഘടനയാണ് ഇതെന്ന് നമുക്കറിയാം അല്ലേ. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നതിന് മുൻപേ രൂപം കൊണ്ടിട്ടുള്ളൊരു സംഘടനയാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുക, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രത്യേക സംഘടനയാണ്. 1919 ഇത് രൂപീകരിക്കപ്പെട്ടത് എന്ന വിവരമൊക്കെ നമുക്കറിവുള്ളതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, കാര്യം ഇതിനേക്കാളൊക്കെ കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ. കാരണം 1945 ശേഷമുണ്ടായിട്ടുള്ള ആ ഒരു ലോകവും ലോകത്ത് നടന്ന വിമോചനങ്ങളും ഒക്കെ നമുക്ക് നോക്കിയാൽ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സംഘടനകളെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഒഴുക്കൻ മട്ടിൽ പറയുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം നമുക്കറിയാം അതെവിടെയാണ്. അത് ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനമെന്നും ഏകദേശം ഒരു 187ഓളം അംഗരാജ്യങ്ങൾ ഇതിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ സംഘടനയ്ക്കൊരു നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ചരിത്രമുണ്ട്. 1969 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഈ ഒരു സംഘടന കേട്ടോ. അതായത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 1969 ഈ ഒരു സംഘടനയ്ക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കി അടുത്ത സംഘടനയായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതറിയാം, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അല്ല. ലോക ഭക്ഷ്യദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒക്ടോബർ 16 ഇത് രൂപീകരിക്കപ്പെട്ടത്. 1945 ഈ ഭക്ഷ്യസംഘടനയുടെ ആസ്ഥാനമെന്ന് നമുക്ക് അല്ല ഭക്ഷ്യസംഘടന സ്ഥാപിതമായതെന്നറിയാം. ഇതിൻ്റെ ആസ്ഥാനമായിട്ട് കരുതപ്പെടുന്നതാണ് റോം എന്ന് പറയുന്ന നമ്മുടെ ഇറ്റലിയിലെ റോമിലാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യത്തെ സംഘടന എന്നുള്ള പ്രത്യേകതയാണ് ഈ പറയുന്ന കാർഷിക സംഘടന എന്ന് പറഞ്ഞ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഉള്ളത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണെങ്കിലോ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും മുൻപ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ. ഇവർ വേൾഡ് ഫുഡ് പ്രോഗ്രാമുകളൊക്കെ ഈ പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 1961 വേൾഡ് ഫുഡ് പ്രോഗ്രാമുകളൊക്കെ വന്നിട്ടുള്ളത് നമുക്കറിയുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് യുനെസ്കോ എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുനെസ്കോ, ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്, ഫ്രാൻസിലാണ് പാരീസ്. ഐക്യരാഷ്ട്ര സംഘടനകളിലുള്ള അത്രയും മെമ്പർമാർ, അതായത് 193 അംഗങ്ങൾ ഈ സംഘടനയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. UN-ൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും ശാസ്ത്രപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. കാരണം ഈ സംഘടനയാണ് ഈ അംഗരാജ്യങ്ങളിൽ വിദ്യാഭ്യാസപരമായ
അതേപോലെ തന്നെ സാംസ്കാരികപരമായ ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെയൊക്കെ പുരോഗതിക്കായിട്ട് നിർദ്ദേശങ്ങൾ നൽകുക, സഹായങ്ങൾ ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന യുനെസ്കോയാണ്. മാത്രമല്ല ഈ സംരക്ഷിക്കപ്പെടേണ്ടുന്ന പല സ്ഥലങ്ങളും നമുക്കറിയാം അല്ലേ, ഒരുപാട് സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്? ഇവരൊരു പട്ടികയൊക്കെ പുറത്തിറക്കാറുണ്ട്. അതാണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റാണ്. അത്തരത്തിൽ 1000-ന് മുകളിലുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ലോക ഹെറിറ്റേജ് സൈറ്റായിട്ടൊക്കെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഈ യുനെസ്കോ നൽകുന്നൊരു പ്രധാനപ്പെട്ടൊരു പുരസ്കാരമായിട്ട് നമ്മൾ പറയുന്നത് കലിംഗ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് ധനസഹായം നൽകുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കലിംഗ ട്രസ്റ്റ് അല്ലെങ്കിൽ കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. മാത്രമല്ല കലിംഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറീസ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ പഴയ പേരാണ് കലിംഗ, അല്ലെങ്കിൽ അശോകൻ കലിംഗ യുദ്ധം നടത്തിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒഡീഷ എന്ന് പറഞ്ഞ മേഖലയ്ക്കാണ് നമ്മൾ കലിംഗം എന്നൊക്കെ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കലിംഗ പുരസ്കാരം രൂപീകരിക്കുവാനായിട്ട് മുൻകൈ എടുത്തിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒഡീഷ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ബിജു പട്നായിക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് കേട്ടോ. ബിജു പട്നായിക് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായിക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് മുൻകൈ എടുത്തിരുന്നത് എന്നും കൂടി നമ്മൾ ഓർത്തേക്ക് കേട്ടോ. അപ്പോൾ അതാണ് ഈ പറയുന്ന യുനെസ്കോ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക കേട്ടോ. ഇതേപോലെ യുനെസ്കോയുടെ ആ ഒരു എന്താ പറയുക, യുനെസ്കോക്ക് ഒരു മെമ്മറി ബുക്ക് എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ എന്താണ് ഋഗ്വേദത്തിനെ കുറിച്ച് പരാമർശമുള്ളതാണ് എന്നും പറയപ്പെടാറുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് മുടിയേറ്റ് ഈ പറയുന്ന യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാനിലെ കൽവേലിയെയും ചാവിനെയും എല്ലാം എന്താണ് ഇന്ത്യൻ കലാരൂപങ്ങൾ എന്ന പേരിൽ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. യോഗയെ ഇവർ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ ഒരു ദേശീയോദ്യാനമായ കാഞ്ചൻജംഗയെയും അതേപോലെ നമ്മളുടെ ഈ ധോളാവീര എന്ന് പറയുന്ന ഒരു ഹാരപ്പൻ സൈറ്റിനെയും ഒക്കെ ഈ യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യുനെസ്കോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ യുനെസ്കോ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെയും അതേപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും ഒക്കെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത് ലോക ആരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ യുഎന്നിലേക്കാൾ ഒരംഗം കൂടുതലുണ്ട്. 194 അംഗങ്ങളാണ് ഈ പറയുന്ന ഇതിലുള്ളത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WHO കേട്ടോ. ആസ്ഥാനം ജനീവയാണ്. 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടതെന്നറിയാം. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഇതാണ്: മെച്ചപ്പെട്ട ലോകാരോഗ്യം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലേ. അതേപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കണം അല്ലെ. കോളറ പോലെയുള്ള രോഗങ്ങൾ എന്ത് ചെയ്യണം? നിർമ്മാർജ്ജനം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന ടെഡ്രോസ് അദാനം എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ രാജീവ് മഹർഷി എന്ന് പറയുന്ന നമ്മളുടെ മുൻ വ്യക്തി അല്ലേ. രാജീവ് മഹർഷി ആരായിരുന്നു? ഒരു CAG-യുടെ റോൾ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു രാജീവ് മഹർഷി. അദ്ദേഹം നമ്മുടെ എന്താണ് ഇതിൻ്റെ ഓഡിറ്റ് വിങ്ങിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് അത്യാവശ്യം അറിവൊക്കെ കിട്ടിയിട്ടുള്ള കാര്യമാണെന്നറിയാം അല്ലേ. ഇതേപോലെ തന്നെ നമ്മുടെ ഒരു രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വനിതയുണ്ട് കേട്ടോ. ഈ വനിതയാണെങ്കിൽ ഈ പറയുന്ന WHA വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ആരെന്ന് പറയുന്നത് നമ്മളുടെ ഈ രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്ന സ്ത്രീ കേട്ടോ. അതേപോലെ തന്നെ എന്തായിരിക്കാം ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ദുരന്ത നിവാരണ തൊഴിൽ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഘടന, ദുരിത നിവാരണ തൊഴിൽ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം ഈ പാലസ്തീൻ അതേപോലെയുള്ള അഭയാർത്ഥികൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഈ അഭയാർത്ഥികളെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ഈ പുനരധിവസിപ്പിക്കേണ്ടി വരും. അവർക്ക് മെച്ചപ്പെട്ട സംഘടനാപരമായിട്ടുള്ള ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒന്നാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് അല്ലേ അതേപോലെ തന്നെ എന്തായിരിക്കാം വർക്ക്സ് ഏജൻസി എന്നാണ് നമ്മൾ ഇവരെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ നോക്കുന്നത്. പ്രത്യേകിച്ച് പാലസ്തീൻ അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ നിവാരണം ചെയ്യുന്നതിനും അവർക്ക് തൊഴിൽ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇതെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റൊരു ഏജൻസിയാണ് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിയന്നയാണ്. പ്രത്യേകിച്ച് എന്താണ് ഈ ആണവോർജ്ജത്തിൻ്റെ സമാധാനപരമായ വിനിയോഗത്തെ ത്വരിതപ്പെടുത്തുക, അതേപോലെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ അന്താരാഷ്ട്ര നാണയ നിധിയുണ്ട്. അന്താരാഷ്ട്ര നാണയ നിധി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനമാണെങ്കിൽ വാഷിങ്ടൺ ആണ്. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണം
വ്യാപാരം, വികസനം എന്നിവയാണ് ഈ IMFൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട റോൾ എന്തെന്ന് ചോദിച്ചാൽ ഹ്രസ്വകാല വായ്പ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. IMFൻ്റെ ഒപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ലോകബാങ്ക് അഥവാ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ IBRD എന്ന് നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കുന്നത്. ഇതിൻ്റെയും ആസ്ഥാനം വാഷിങ്ടൺ തന്നെയാണ്. ഈ അംഗരാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും വായ്പ നൽകുക എന്നതാണ് ഈ പറയുന്ന വേൾഡ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഗാട്ട് എന്ന് പറയുന്നത്. ഗാട്ട് അല്ലേ, ഗാട്ട് എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഗാട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ. ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് അല്ലേ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് നമ്മളിപ്പോൾ ഇതിനെന്ത് ചെയ്യാറുണ്ട്? ചുരുക്കി വിളിക്കാറുണ്ട് അല്ലേ. 1995 ജനുവരി മാസം 1-ാം തീയതിയാണ് ഈ പറയുന്ന WTO സ്ഥാപിക്കപ്പെട്ടത് നമുക്കറിയാം അല്ലേ. ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന പേരിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ഇതിൻ്റെ പേരെന്താണ്? ഇന്ന് ഇതിൻ്റെ പേര് എന്താണ്? WTO എന്നാണ് പേര് നമ്മൾ മാറ്റിയിരിക്കുന്നത് കേട്ടോ. WTO എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഇവരുടെ റോൾ എന്തെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര തരത്തിലുള്ള വ്യാപാരം സുഗമമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പറയുന്ന ഗാട്ട് എന്ന കരാറിൻ്റെ ലക്ഷ്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര ആണവ ഏജൻസി അല്ലെങ്കിൽ ആണവ ഊർജ്ജ ഏജൻസി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് ഓസ്ട്രിയൻ അല്ല ക്യാപിറ്റലായിട്ടുള്ള വിയന്നയിലാണുള്ളത്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉള്ളത്. അത് 1957 ജൂലൈ മാസം 29-ാം തീയതിയാണ്. ഏകദേശം ഒരു 173 അംഗങ്ങൾ ഇതിലുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അംഗരാജ്യങ്ങളുടെ ആണവ ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെ ഉപയോഗവും അതേപോലെ തന്നെ വിനിയോഗവും വികസനവും ഒക്കെ നിയന്ത്രിക്കുക എന്നതാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ലക്ഷ്യം. ഇവർക്ക് 2005 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയാൽ അടുത്ത സംഘടനയായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്തായിരിക്കും? യുണൈറ്റാഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന യുണൈറ്റാഡ് എന്ന് പറഞ്ഞ ഒരു സംഘടന കൂടിയുണ്ട്. അത് ഈ WTOയുടെ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അതായത് വ്യാപാരവും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര കോൺഫറൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സംഘടനകളെന്ന് വെച്ചാൽ ജനറലായിട്ട് നമ്മൾ കുറച്ച് സംഘടനകളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഓരോ സംഘടനയുടെ നമുക്ക് പരമാവധി നൽകാനായിട്ട് ശ്രമിക്കാം. അത് പഠിക്കേണ്ടതുമാണ്. ഇനി നമ്മൾ നോക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അല്ലേ FD റൂസ്വെൽറ്റിൻ്റെ ഭാര്യയായിരുന്ന എലനോർ റൂസ്വെൽറ്റ് അവരാണ് ഇത് തയ്യാറാക്കിയത് എന്നാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത്. എന്താണ് ഇത് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക അല്ലെ. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായിട്ട് എന്താണ് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വേണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തേണ്ട ആവശ്യകത എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1948 ഡിസംബർ മാസം 10 എന്ത് ചെയ്തു? മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പേരിലൊരു പ്രഖ്യാപനം വരികയാണ് കേട്ടോ. ഇതിനൊരു ആമുഖവും ഏകദേശം 30ഓളം ആർട്ടിക്കിളുകളും ഉണ്ട്. അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷനുകളും അല്ലേ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ പോലും എന്തായിരിക്കാം ഹ്യൂമൻ എന്തായിരിക്കാം നമ്മുടെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഘടനകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട സാമ്പത്തികവും അതേപോലെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ അവകാശങ്ങളെയൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങൾ ഏതെല്ലാമെന്ന് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ജീവിക്കാനുള്ള അവകാശം വേണം അല്ലേ. അതേപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വേണം, മതവിശ്വാസത്തിനുള്ള അവകാശം വേണം, സ്വത്തിനുള്ള അവകാശം വേണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണം, തുല്യതയ്ക്കുള്ള അവകാശം വേണം, ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വേണം, മതവിശ്വാസത്തിനുള്ള അവകാശം വേണം അല്ലേ, വോട്ടവകാശം വേണം, ഭാഷണത്തിനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം, സമകാലിക ലോകത്തിൽ ജീവിക്കുവാനുള്ള അവകാശം വേണം, സംഘടനാ സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനുഷ്യാവകാശങ്ങളെന്ന് നമ്മൾ പൊതുവേ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇതിലെല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി നമ്മൾ ഓർത്തേക്കുക കേട്ടോ. അതേപോലെ തന്നെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ സമാധാനപരമായ ഒരു ഭാവി മനുഷ്യവംശത്തിനുണ്ടാവുകയുള്ളൂ എന്നും ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം പറയുന്നുണ്ട്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ മാസം 10 തീയതിയാണ്.
ലോകമെമ്പാടും മനുഷ്യാവകാശ സംരക്ഷണ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പല എഴുത്തുകാർ എന്ന് പറയുന്ന ചിന്തകന്മാർ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുടെ ആർട്ടിക്കിൾസ് നമ്മൾ എടുക്കുമ്പോൾ പല ആൾക്കാരും ഈ ഐക്യരാഷ്ട്ര സംഘടന വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്, കുറേ ആൾക്കാർ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അനുകൂലിച്ചുകൊണ്ട് എഴുതുന്ന ആൾക്കാരാണല്ലോ ഇതിൻ്റെ നേട്ടങ്ങളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്, അല്ലേ? ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻപിൽ നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന എന്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു വെച്ചാൽ മധ്യസ്ഥത വഹിക്കാറുണ്ട്, അല്ലേ? അതേപോലെ തന്നെ പ്രശ്നം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് സേനയെ അയച്ചു കൊടുത്ത് അവിടെ സൈനിക വിന്യാസം ചെയ്യാറുണ്ട്. അതേപോലെ പല പ്രശ്നങ്ങളിലും കൂടിയാലോചനകൾ നടത്താറുണ്ട്. രമ്യതയിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പ്രശ്നപരിഹാരത്തിനായിട്ട് ഈ UN അവലംബിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 40-ലേറെ, അല്ലേ, അതിൽ 35-ലേറെ സമാധാന പാലന ദൗത്യങ്ങൾ UN പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ എടുത്ത ആർട്ടിക്കിൾ 12 കൊല്ലം മുമ്പത്തെ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 45 അല്ലെങ്കിൽ ഒരു 50-ലേറെ സമാധാന ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. 35-ലേറെ സമാധാന പാലന ദൗത്യങ്ങൾ UN പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ UNൻ്റെ സമാധാന പരിപാലന സേനയുണ്ടല്ലോ, UN പീസ് കീപ്പിംഗ് ആർമി എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഒരു നോബൽ പുരസ്കാരം 1988 ലഭിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഇവർ ഇടപെടാൻ ശ്രമിച്ച ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയേക്കാം. UN ഇടപെടുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് 1946 ഇറാനും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായൊരു പ്രശ്നം. കാരണം ഇത് അതിർത്തി രാജ്യമാണ്. അതിർത്തി രാജ്യമായ ഇറാൻ, അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് സോവിയറ്റ് യൂണിയന് അന്നും ഇന്നും എന്നും ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ അയൽ രാജ്യമായ ഇറാൻ അതിനെ എന്നും എതിർപ്പോടു കൂടിയാണ് കണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമുണ്ട്. ആ പ്രശ്നം 1946 ഉണ്ടായപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. അതേ സോവിയറ്റ് യൂണിയൻ ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ തർക്കം UN കൂടിയാലോചനയിലൂടെ പരിഹരിച്ചു. അതാണ് സംഭവം. അതേപോലെ തന്നെ 1946 അല്ലേ, ഹോളണ്ട് ഇന്തോനേഷ്യ യുദ്ധം. ഹോളണ്ട് വെച്ചാൽ നമുക്കറിയാം നെതർലൻഡ് എന്ന് നമുക്കറിയാം, അല്ലേ? നെതർലൻഡുകാർ, അവരെയാണ് നമ്മൾ ഡച്ചുകാരെന്ന് വിളിക്കുന്നത്. ഈ ഡച്ചുകാർ ഈ പറയുന്ന ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ദ്വീപിനെന്താണ് ഈസ്റ്റ് ഇൻഡീസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഈ നെതർലൻഡിൻ്റെ അല്ലെങ്കിൽ ആ പറയുന്ന മേഖല ഉണ്ടല്ലോ, ഡച്ചുകാരെന്ന് പറഞ്ഞ ആൾക്കാർ, ഹോളണ്ടുകാരുടെ കോളനി ആയിരുന്നു ഈ പറയുന്ന ഇന്തോനേഷ്യയിലെ പ്രധാനപ്പെട്ട പല ദ്വീപുകളും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള യുദ്ധം 1946 UN ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്തേക്കണം കേട്ടോ. അതേപോലെ 1948 കാശ്മീർ, അല്ലെ, കാശ്മീരിൽ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി, കാശ്മീരിനെ ചൊല്ലി യുദ്ധമുണ്ടായി. ആ യുദ്ധം എന്താണ് ഒരു വെടിനിർത്തലിലൂടെയാണ് അവസാനിച്ചത്. അങ്ങനെ 1948 കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വെടിനിർത്തൽ കരാർ വരാൻ കാരണമായത് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലാണ്. അതേപോലെ 1948 അല്ലെ, അറബ് രാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു ജൂതരാഷ്ട്രമായ ഇസ്രായേൽ നിലവിൽ വന്നതും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിൻ്റെ ഭരിത ഫലമായാണെന്ന് നമ്മൾ ഓർക്കുക കേട്ടോ. അതേപോലെ 1950 കാലഘട്ടങ്ങളിൽ കൊറിയൻ യുദ്ധം നടന്നിട്ടുണ്ട്. കൊറിയ, അല്ലെ, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും എന്ന് നമ്മൾ വിളിക്കുന്ന കൊറിയ, അല്ലെ, ബാൻ കി മൂണിൻ്റെ കൊറിയ അത് ദക്ഷിണ കൊറിയയാണെന്നും കിം ജോങ് ഉന്നിൻ്റെ കൊറിയ അത് ഉത്തര കൊറിയയാണെന്നും നമുക്കറിയാം, അല്ലേ? 1950 ഈ കൊറിയൻ യുദ്ധം എന്ന് പറയുന്നത് UN-ൻ്റെ ഇടപെടലിലൂടെ, സൈനിക നടപടിയിലൂടെ രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതേപോലെ 1956 കാലയളവിൽ സുയസ് കനാൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് സേനാ വിന്യാസവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന, അല്ല, ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ എന്ത് ചെയ്തു, ഈ സുയസ് കനാലിനെ ദേശസാൽക്കരിച്ചപ്പോൾ സുയസ് കനാലിൽ നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന യൂറോപ്യൻ കമ്പനികളും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും അത് വലിയൊരു തിരിച്ചടിയായി. കാരണം അവരുടെ വരുമാനമാണ് ദേശസാൽക്കരണത്തിലൂടെ നഷ്ടപ്പെട്ടത്. സുയസ് കനാൽ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ സ്വന്തമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഒരു യുദ്ധമുണ്ടായി. അത് ഈ പറയുന്ന ദൗത്യസേനയെ അയച്ചുകൊണ്ട് പരിഹരിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയർ എന്ന പേരിൽ പണ്ടറിയപ്പെട്ടിരുന്ന രാജ്യമാണ് കോങ്കോ എന്ന് പറയുന്നത്, അല്ലേ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് കോങ്കോയും എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 രാജ്യങ്ങൾ അവിടെ രൂപീകരിക്കപ്പെട്ടു. അതിന് കാരണമായത് എന്താണ്, അവിടെ ആഭ്യന്തര സമരമുണ്ടായി, അല്ലെങ്കിൽ ആഭ്യന്തര കലഹമുണ്ടായി. അങ്ങനെ കോങ്കോ എന്ന് പറയുന്നത് 2 കോങ്കോകളായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കോങ്കോയിലെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിലൂടെയാണ് എന്ന് ഓർത്തേക്കുക. അതേപോലെ തന്നെ 1963 സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, അല്ലേ, സൈപ്രസ് നമുക്കറിയാം ഒരു യൂറോപ്യൻ രാജ്യമാണ്. സൈപ്രസ് ആഫ്രിക്കയ്ക്ക് മുകളിൽ കിടക്കുന്നൊരു രാജ്യവും കൂടിയാണ് സൈപ്രസ്. തുർക്കിയുടെ സമീപത്ത് കിടക്കുന്നൊരു രാജ്യവും കൂടിയാണ് സൈപ്രസ്. ആ സൈപ്രസിലുണ്ടായ ആഭ്യന്തര കലാപം പരിഹരിക്കുവാനായിട്ട് UN സമാധാന സേനയെ അയക്കുകയുണ്ടായിട്ടുണ്ട്.
അതേപോലെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിനെ തുടർന്നാണ് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കപ്പെട്ടത്. വീണ്ടും 1980-88 കാലഘട്ടങ്ങളിൽ ഇറാനും ഇറാഖും തമ്മിലുണ്ടായൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ക്രിയാത്മകമായിട്ട് ഇടപെട്ടത് ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ്. മാത്രമല്ല 1991 ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് അല്ലേ എന്തായിരിക്കാം UN-ൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അതായത് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള പ്രശ്നം, കുവൈറ്റിൻ്റെയും ഇറാഖിൻ്റെയും അതിർത്തികളിലുള്ള എണ്ണക്കിണറുകളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അപ്പുറത്തെ കിണറ്റിൽ വെള്ളം വറ്റുന്നു എന്നൊരു പരാതി, അല്ലെങ്കിൽ അപ്പുറത്തെ കിണറ്റിലുള്ള എണ്ണ വറ്റുന്നു എന്നൊരു പരാതി. ആ പരാതിയെ തുടർന്ന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടന്നു. കുവൈറ്റിനെ ഇറാഖ് കയറി ആക്രമിച്ചു. അതോടുകൂടി എന്താണ് കുവൈറ്റ് ഇറാഖിൻ്റെ പിടിയിലായ കുവൈറ്റിനെ മോചിപ്പിക്കുവാൻ വേണ്ടി UN-ൻ്റെ ലേബലിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ പറയുന്ന ഇറാഖിന് മേൽ നടത്തിയ ആക്രമണമാണ് 1991 ഗൾഫ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ വീണ്ടും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വേറെ കുറേ രാജ്യങ്ങളുണ്ട്. അതായത് കംബോഡിയ, മൊസാംബിക്ക് മുതലായ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് UN ഒരുപാട് പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആഫ്രിക്കയിൽ പ്രധാനമായിട്ടും വർണ്ണവിവേചനമുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അല്ല, അപ്പാർത്തൈഡ് വർണ്ണവിവേചനമുണ്ട്. അതിൻ്റെ പിടിയിൽ നിന്ന് ആഫ്രിക്കയെ മോചിപ്പിക്കുവാനായിട്ടും ഐക്യരാഷ്ട്ര സംഘടന ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കാശ്മീരിലെ പ്രശ്നം അന്നും ഇന്നും എന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരു പ്രശ്നമാണ്. അതേപോലെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള തർക്കം എന്നിവ എന്ന് വെച്ചാൽ UN-ൻ്റെ മധ്യസ്ഥത ഏറെ ശ്രദ്ധേയമാണ്. അതായത് വർഷങ്ങളായിട്ട് 10-75 കൊല്ലമായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത ഏറ്റവും വളരെ വളരെ സങ്കീർണമായ പ്രശ്നമാണ് കാശ്മീർ പ്രശ്നവും അറബ് ഇസ്രായേൽ തർക്കവും. അത് കൈകാര്യം ചെയ്യുന്നത് UN ആണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യമുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയും വീറ്റോ അധികാരവുമാണ്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരായിട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ ഈ വീറ്റോ പവറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിലുള്ള ആൾക്കാർ 5 പേര് വീറ്റോ പവർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണില്ല അവിടെ, മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് ഈ 5 സ്ഥിരാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ എതിർത്താൽ ഒരു പ്രമേയവും പാസ്സാവുകയില്ല എന്നതാണ് ഈ പറയുന്ന വീറ്റോ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രമേയവും ഇവിടെ പാസ്സാകാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ നോക്കിയാൽ ഈ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥിരാംഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ഈ പറയുന്ന സുരക്ഷാ സമിതിയെ തടയാൻ പറ്റും. അതായത് ഈ 15 പേരടങ്ങുന്ന സുരക്ഷാ സമിതിയിൽ 5 പേർക്കാണ് വീറ്റോ അധികാരമുള്ളത്. അവരൊരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ കയറി എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ, അവൻ വീറ്റോ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീറ്റോ അധികാരം എന്ന് പറയുന്നതാണ് ജനാധിപത്യ വിരുദ്ധവും കാലഹരണപ്പെട്ടതുമാണ് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏക അഭിപ്രായം, അതായത് ജനറൽ അസംബ്ലിയിലെ 193 രാജ്യങ്ങളിൽ 192 രാജ്യങ്ങൾ തീരുമാനിച്ചൊരു കാര്യം കൊണ്ടുവന്നാലും ഈ പൊതുസഭയിൽ നിന്ന് അത് സെക്യൂരിറ്റി കൗൺസിൽ വരുമ്പോൾ ആരെങ്കിലും അതിനെ വീറ്റോ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നടക്കില്ലെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്വന്തം അഭീഷ്ടമനുസരിച്ച് ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ വീറ്റോ പ്രയോഗിക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഏകാപക്ഷീയമായിട്ട് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായിട്ട് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വരും. അതേപോലെ തന്നെ വീറ്റോ അധികാരത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് 1950 ഒരു സമാധാനത്തിനുള്ളൊരു ഐക്യപ്രമേയം കൊണ്ടുവന്നു. യുണൈറ്റിംഗ് ഫോർ പീസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് വരെ ശരിയായ രൂപത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് പോലുമില്ല എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീറ്റോ അധികാരത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് 1950 പാസ്സാക്കിയ സമാധാനത്തിനുള്ള ഐക്യപ്രമേയം പോലും ഇതുവരെ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനം വളരെ മോശമാണ് എന്ന് നമുക്ക് കണ്ണ് തുറന്ന് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ പറയേണ്ടി വരും. അതേപോലെ ഈ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഐക്യരാഷ്ട്രസഭയിൽ ജനാധിപത്യത്തിൻ്റെ കമ്മി അല്ലെങ്കിൽ ഡെമോക്രസി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഈ വീറ്റോ അധികാരം കുറച്ച് പേരുടെ കൈവശം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കേണ്ടി വരിക. ഇനി അതേപോലെ ഐക്യരാഷ്ട്രസഭയിലുള്ള വൻ ശക്തികളുടെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഐക്യരാഷ്ട്രസഭയിലെ ഉള്ള വൻ ശക്തികളുടെ സ്വാധീനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് വൻശക്തികളുടെ കളിപ്പാവ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് ശരി തന്നെയാണ്. കാരണം വൻശക്തി എന്ന് പറയുന്നവനാരാണ്? അവർ ഈ പറയുന്ന പവറുള്ളവരാണ്. അവർ പറയുന്നതല്ല ഇവിടെ നടക്കുകയുള്ളൂ. അതുപോലെ UN-ൻ്റെ ആരംഭം മുതൽ ഈ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നവർ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 വൻശക്തികൾ എന്ന് പറയുന്നവർ നമുക്കറിയാം ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ഈ 5 പേര് കഴിഞ്ഞ 78 കൊല്ലങ്ങളായിട്ട് ഈ സംഘടന അവരുടെ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. വേറെ ഒരു തീരുമാനവും അവിടെ എടുക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല. ഇവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്ത് വന്നാലും ഇവർ വീറ്റോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ കളിപ്പാവ എന്ന രീതിയിലാണ് UN അറിയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ചൊൽപ്പടിയിലാണ് UN എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു ഉപകരണമായിട്ട് UN-നെ മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന തെക്കേ അമേരിക്കയ്ക്ക് ഇതിൽ പങ്കാളിത്തമില്ല. ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരയ്ക്കും പങ്കാളിത്തമില്ല.
പിന്നെ ആർക്കാണ് പങ്കാളിത്തമുള്ളത്? യൂറോപ്പിന് പങ്കാളിത്തമുണ്ട്, ഏഷ്യയ്ക്ക് പങ്കാളിത്തമുണ്ട്, വടക്കേ അമേരിക്കയ്ക്കും പങ്കാളിത്തമുണ്ട്. അപ്പോൾ 3 ഭൂഖണ്ഡങ്ങൾക്ക് മാത്രമേ ഇതിൽ പങ്കാളിത്തമുള്ളൂ അല്ലേ, മറ്റുള്ളവർക്ക് പങ്കാളിത്തമില്ല എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. 1990-കളിൽ ആ രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ ധ്രുവീകരണം എന്ന് പറയുന്നത് ഒരിടത്തേക്ക് മാത്രമായി പോയി. അതായത് അമേരിക്കയിലേക്ക് എല്ലാ പവറുകളും കേന്ദ്രീകരിച്ചു. അങ്ങനെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന വേദിയായിട്ട് യുഎന്നിനെ മാറ്റി എന്ന് പറയുന്ന ഒരു ആക്ഷേപവും ഉണ്ട്. അതേപോലെ അമേരിക്കൻ മൂലധനത്തിൻ്റെ പിൻബലത്തിലാണ് അന്താരാഷ്ട്ര നാണ്യനിധിയും ലോകബാങ്കും എല്ലാം പ്രവർത്തിക്കുന്നത്. അതായത് ബാങ്കിൻ്റെ പ്രവർത്തനം നമുക്കറിയാം, കാശുള്ളവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിക്ഷേപം വാങ്ങിക്കുന്നു, എന്നിട്ടോ വായ്പ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുന്നു, എന്നിട്ട് അവരിൽ നിന്ന് പലിശ വാങ്ങിക്കുന്നു. അങ്ങനെ നോക്കിയാൽ ലോകബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആയിട്ട് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് അമേരിക്കക്കാരാണ്. ലോകബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് വായ്പ എടുത്ത ആളാരെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസാണ് കേട്ടോ. ആദ്യമായിട്ട് വായ്പ എടുത്തത് ഫ്രാൻസും ഏറ്റവും കൂടുതൽ പണം ലോകബാങ്കിൽ മുടക്കി നിക്ഷേപിച്ചിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന അമേരിക്കയുമാണ് കേട്ടോ. മാത്രമല്ല യുഎന്നിൻ്റെയും അനുബന്ധ ഏജൻസികളുടെയും ഒക്കെ വാർഷിക ബജറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നവരാണ്. 25% സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് ഈ അമേരിക്കയാണ്. അതുകൊണ്ട് കാശ് അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് കൊണ്ട് ലോകബാങ്കിനും യുഎന്നിൻ്റെ മറ്റ് ഏജൻസികൾക്കുമൊക്കെ എന്താണ് ഫണ്ട് കൂടുതലും ഇവരാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വിധേയത്വം എന്ന് പറയുന്നത് എപ്പോഴും പുലർത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന എന്താണ്, വിമർശിക്കുന്നവർക്ക് ഇതെല്ലാം എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുതന്നെ വീണ്ടും നോക്കിയാൽ എന്തായിരിക്കാം, ഈ യുഎൻ അമേരിക്കയുടെ കളിപ്പാവയായിട്ട് മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് ഏതെല്ലാമെന്ന് നോക്കിക്കേ. 1950-ൽ കൊറിയകൾ തമ്മിൽ നടന്ന യുദ്ധം എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒരു അമേരിക്കൻ സൈനിക നടപടിയായിരുന്നു. അതായത് ഉത്തര കൊറിയ എന്ന് പറഞ്ഞ കൊറിയയിൽ നിന്നും ദക്ഷിണ കൊറിയ എന്താണ് യഥാർത്ഥത്തിൽ മോചിപ്പിച്ചെടുത്തത് അമേരിക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനിക നടപടിയായിട്ടാണ് നമ്മൾ 1950-ലെ കൊറിയൻ യുദ്ധത്തെ കാണുന്നത്. പിന്നെയോ 1991-ലെ ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് യുഎന്നിൻ്റെ കീഴിൽ അമേരിക്ക നടത്തിയ യുദ്ധമായിട്ടാണ് കണക്കാക്കണം. അതായത് സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ കുവൈറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക വരികയും അമേരിക്കയുടെ ഒപ്പം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നിൽക്കേണ്ടിയും വന്നു എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അതേപോലെ ലിബിയ, സൊമാലിയ, അങ്കോള, ബോസ്നിയ, കംബോഡിയ എന്നീ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളിന്മേലും തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? അമേരിക്കയുടെ താല്പര്യപ്രകാരമാണ് യുഎൻ തീരുമാനമെടുക്കുന്നത്. അമേരിക്ക എന്ത് തീരുമാനമെടുത്തോ ആ കൂട്ടത്തിലേക്ക് യുഎൻ പോകുന്നു എന്നതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു ആക്ഷേപമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, ഈ അമേരിക്കയോട് ഐക്യരാഷ്ട്ര സംഘടന കാണിക്കുന്ന ഒരു വിധേയത്വം കണക്കിലെടുത്തുകൊണ്ട് ഈ പറയുന്ന അമേരിക്കയെ ഒരു പേര് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിനെ ഒരു പേര് വിളിക്കാറുണ്ട്. അതായത് അമേരിക്കയുടെ ബി ടീം എന്ന് വിളിക്കാറുണ്ട്, അതല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കുക അല്ലേ. UNO വിളിക്കുന്ന പേര് എന്താണ്? UNO USO എന്ന്. അതായത് UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ USO എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷനായിട്ട് UNO മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി എന്താണ് ഈ ഐക്യരാഷ്ട്ര സംഘടന പ്രസക്തി അല്ലെ, ഇമ്പോർട്ടൻസ്, അതെന്താണ് നമുക്ക് നോക്കാം അല്ലേ. പ്രസക്തി, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇത് നമ്മൾ പല ആർട്ടിക്കിൾസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾ കൈവശമുള്ള റാങ്ക് ഫയലുകളിൽ മറ്റെവിടെയെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത് ക്ലാസ് കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അത് നമ്മൾ നൽകാം കേട്ടോ. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം, പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലേ, പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതേപോലെ യുദ്ധങ്ങൾ തടയുക അല്ലേ. അതാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രധാനപ്പെട്ട പ്രസക്തി അല്ലേ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും യുദ്ധങ്ങൾ തടയുന്നതിലും ഉണ്ടായ ഐക്യരാഷ്ട്രസഭയുടെ പരാജയം എന്ന് പറയുന്നത് ഈ സംഘടനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സഭ എങ്ങനെയുള്ളൊരു സഭയാണെന്ന് ചോദിച്ചാൽ അംഗങ്ങൾ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തുന്ന ഒരു സദസ്സ് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത്. UN എന്ന് പറയുന്നത് കേവലം ഒരു സംവാദ സദസ്സാണ്. പിന്നെയോ ഐക്യരാഷ്ട്രസഭ എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ അനൈക്യം എന്ന് പറയുന്നത് എപ്പോഴും കാണാം. കാര്യം 2 അഭിപ്രായങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ പല സ്ഫോടനാത്മകമായ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് എന്തായിരിക്കാം, നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമൊന്ന്, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇസ്രായേലും പലസ്തീനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലുകളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഐക്യരാഷ്ട്രസഭയെപ്പറ്റി വിമർശകർ നടത്തിയ പ്രസ്താവനകളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇപ്പോഴുള്ള സമകാലിക യോഗത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല എന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സമ്മതിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ
പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ആ വീക്ഷണം എന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. മാറിയ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മം കൊടുത്തൊരു സംഘടന എന്ന് പറയുന്നത് എന്താണ്? ആ സംഘടനയ്ക്ക് പ്രസക്തി സംഘർഷങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതായത് ഈ സംഘടനയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുക, പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ സംഘടനയ്ക്കും പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വാദമായിട്ട് പറയുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, ഇവിടെ വെല്ലുവിളി എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനപ്പെരുപ്പം, അതുപോലെ മാരകായുധങ്ങൾ എന്താണ്, അങ്ങും ഇങ്ങും ആയുധ കച്ചവടം എല്ലാം വരുന്നു, അഭയാർത്ഥികളുടെ കുടിയേറ്റം വരുന്നുണ്ട്, മതമൗലിക വാദങ്ങളുടെ വളർച്ചയുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്, ലോകസമാധാനത്തിനും സുരക്ഷിതത്വത്തിനൊക്കെ വൻ വെല്ലുവിളിയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞ സഭയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ അവശേഷിച്ചിരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ റോൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ നോക്കുന്നത് യുദ്ധാനന്തരം, അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വപ്നം കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളും സ്വപ്നം കണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ ആ പറയുന്ന സ്വാതന്ത്ര്യം, അതായത് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെയുള്ള രാജ്യങ്ങളാണ് ഇപ്രകാരം സ്വാതന്ത്ര്യം നേടിയത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികളുടെ വിമോചനമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. ലിബറേഷൻ ഓഫ് കോളനീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ എന്താണ്, കോളനി ഭരണത്തിനെതിരായിട്ടുള്ള ഈ വിമോചന സമരങ്ങളൊക്കെ ശക്തിയാർജിച്ചു വന്നു. തൽഫലമായിട്ട് എന്താണ്, ഈ കൊളോണിയൽ ശക്തികൾക്ക് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ തടഞ്ഞു നിർത്തേണ്ടെന്ന് ആവശ്യമുണ്ടായി. പക്ഷേ ഈ പറയുന്ന ലോകം എന്ന് പറയുന്നത് കോളനികൾക്ക് ഒപ്പം നിലകൊള്ളുന്നൊരു കാലമായിരുന്നു 1945 ശേഷമുണ്ടായത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി വരികയാണ്. ഇത്തരത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ വാഴ്ചയിൽ നിന്നും കോളനികൾ എന്ത് ചെയ്തു, മോചനിപ്പിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ മോചനം നേടുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തായിരിക്കാം ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെയാണ് കേട്ടോ. അങ്ങനെ അപകോളനീകരണം എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെയാണ് സംഭവിക്കുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ വാഴ്ചയിൽ നിന്നും കോളനികൾക്ക് മോചനം ലഭിക്കുകയുണ്ടായി. ഇതിനെയാണ് നമ്മൾ അപകോളനീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് കാരണമായതെന്താണ്, ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിലെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യത്തോടെ യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾ, പ്രത്യേകിച്ച് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എന്തായി, ദുർബലരായിപ്പോയി. അവർക്ക് കോളനികളുടെ മേൽ പഴയ രീതിയിലുള്ള വിരട്ടലും പിടിക്കലൊന്നും നടക്കാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യത്തോടെ യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾ ദുർബലരായി വരികയും കോളനികളുടെ മേൽ പഴയ രീതിയിലുള്ള പ്രത്യക്ഷ നിയന്ത്രണം നഷ്ടപ്പെടുകയും എന്താണ് ഇവർക്ക് ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ഈ പറയുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോളനികളിലെല്ലാം എന്താണ്, ഈ ലോകരാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു അവബോധം അവിടുത്തെ ജനങ്ങൾക്കുണ്ടാവുകയും തൽഫലമായിട്ട് ഇവിടെയെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ട പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. മാത്രമല്ല, അക്കാലത്ത് ഏറ്റവും വലിയ സൂപ്പർ പവറായിട്ടുണ്ടായിരുന്നത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ ബ്രിട്ടനും ഫ്രാൻസുമാണ്. പുതിയതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സൂപ്പർ പവറായിട്ടുള്ള USSRും അതേപോലെ തന്നെ USA ഒക്കെ ചിന്തിച്ചു, ഈ പറയുന്ന സൂപ്പർ പവറായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസിനും എല്ലാം ഇനിയധികം കാലമില്ല, ഇനി വരാനിരിക്കുന്ന ഞങ്ങളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടി വരുന്ന ആളുകൾ നമ്മളുടെ ചേരിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോളനികളിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു, കോളനികളെ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും അതോടൊപ്പം തന്നെ ഈ ഐക്യരാഷ്ട്രസഭയും പിന്തുണയ്ക്കുകയും ചെയ്തു കേട്ടോ. മാത്രമല്ല, ഇവിടെ വേറൊരു പ്രസ്ഥാനം കൂടി വരികയാണ്. നമുക്കറിയാമല്ലോ, മൂന്നാം ലോക രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കിയൊരു കൂട്ടായ്മ, നോൺ അലയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അല്ലേ, മൂന്നാം ലോക രാജ്യത്തിൻ്റെ പിന്തുണ അതും എന്ത് ചെയ്തു, ഈ വിമോചന സമരങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല, യുദ്ധത്തിൽ സാമ്പത്തികമായും സൈനികമായും തകർന്നുപോയ യൂറോപ്പിലെ പഴയ സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ കോളനികളെന്ന് പറയുന്നത് വിദൂര സ്ഥലങ്ങളിലുള്ളതാണ്. ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ താണ്ടിക്കിടന്നുകൊണ്ട് മാത്രമേ അവിടെയെല്ലാം എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ ഒരുപാട് ദൂരെയുള്ള കോളനികളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് എന്ത് ചെയ്തു, അവർ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കോളനികൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാരായിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു കേട്ടോ. ഇതുമാത്രമല്ല, ഫ്രാൻസിനുണ്ടായിരുന്നു, ഹോളണ്ടിനുണ്ടായിരുന്നു, ബെൽജിയത്തിനും പോർച്ചുഗലിനും സ്പെയിനും ഇറ്റലിയും ഒക്കെ ധാരാളം കോളനികൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന രാഷ്ട്രങ്ങളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്, ഈ യൂറോപ്യൻ ശക്തികൾ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവിടുന്ന് പതുക്കെ പിന്മാറുകയാണ് ഉണ്ടായത് കേട്ടോ. എന്നാലും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ഏകദേശം 1/4 നൂറ്റാണ്ടിനകം, എന്ന് വെച്ചാൽ 1945 എന്ന് പറഞ്ഞ ആ ഒരു വർഷമാണ് യുദ്ധം അവസാനിച്ചത്. ഏകദേശം ഒരു 1970 ലോകത്തിലെ മിക്ക രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കോളനികൾ ഏതെല്ലാമായിരുന്നു എന്നും അവ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നുമൊക്കെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം കേട്ടോ. അല്ല, ബ്രിട്ടൻ്റെ ക്ലാസിക്കൽ കോളനി, ഇന്ത്യ വിളിക്കുന്ന ക്ലാസിക്കൽ കോളനി എന്ന കാര്യം എന്താണ്? നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? 1500-2000 വർഷം പഴക്കമുള്ള എഴുത്തും വായനയുമൊക്കെ നിലനിന്നിരുന്ന ഭാഷയാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ ക്ലാസിക്കൽ കോളനി എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോളനി, അതുകൊണ്ടാണ് ക്ലാസിക്കൽ കോളനി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരവും നാവിക കലാപവും നമ്മൾ ഹിസ്റ്ററി ക്ലാസ് ഡീറ്റെയിലായിട്ട് പഠിച്ചതാണ് ഇതെല്ലാം കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെ അവർ ഇവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? ഇന്ത്യയെ വിഭജിച്ചിട്ടാണ് പിൻവാങ്ങിയത്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിച്ചിട്ടാണ് പിൻവാങ്ങിയത്. മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത് കിടന്ന രാജ്യങ്ങളായിട്ടുള്ള ബർമ്മ, അതേപോലെ ശ്രീലങ്ക, ഇവരുമൊക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ മലയ എന്ന് പറയുന്ന മലയ പെനിൻസുല എന്ന് പറഞ്ഞ പ്രദേശമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ, മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മലയ പെനിൻസുല. അവിടെ എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് അവിടെ സ്വാതന്ത്ര്യത്തിന് പോരാടിയത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. അവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആവേശത്തോട് വന്ന വ്യക്തി എന്ന് വെച്ചാൽ തുങ്കു അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ തുങ്കു അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് പിന്തുണയെല്ലാം ലഭിക്കുകയുണ്ടായി. അവസാനം ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാവുന്നപ്പോൾ എന്ത് ചെയ്തു? 1957 ബ്രിട്ടീഷുകാർ മലയയ്ക്ക് അധികാരം കൈമാറുകയുണ്ടായി. മാത്രമല്ല 1965 ആയപ്പോഴത്തേക്കോ സിംഗപ്പൂർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറി അല്ലേ. ബ്രൂണയിലെ സുൽത്താൻ എന്ന് പറഞ്ഞാളുടെ ഭരണമല്ല, ബ്രൂണൈ എന്നൊരു രാജ്യമുണ്ട്, അവിടെ 1984 സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ. സൈപ്രസിലാണെന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയത് അവിടെ ഒരു ബിഷപ്പാണ് അല്ലേ, പള്ളിയിലെ പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആർച്ച് ബിഷപ്പ് മക്കാരിയോസ്. അതേപോലെ തന്നെ ഗറില്ല അല്ലേ, തന്ത്രജ്ഞനായിട്ടുള്ള ജനറൽ ഗ്രീവാസും അതേപോലെ മക്കാരിയോസ് എന്നൊക്കെ പറയുന്ന ഒരു ആർച്ച് ബിഷപ്പുമാണ് സൈപ്രസിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. 1960 ആയപ്പോൾ സൈപ്രസിന് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ. സൈപ്രസിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് അവരുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വരികയും ചെയ്തു കേട്ടോ. ഇതേപോലെ തന്നെ ഈ പറയുന്ന 1947 തുർക്കി എന്നൊരു രാജ്യമുണ്ട്. അവർ സൈപ്രസിൽ ചെറിയൊരു ഭരണമൊക്കെ സ്ഥാപിക്കാനായിട്ട് മുൻകൈയൊക്കെ എടുത്തിട്ടുള്ളതായിരുന്നു. മാത്രമല്ല ഈ ബ്രിട്ടീഷുകാർക്ക്, നമ്മളിപ്പോൾ പറയുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട കോളനികളാണ്. അപ്പോൾ നമ്മൾ പറയുക സിംഗപ്പൂർ, മലയ, ബ്രൂണൈ അല്ലേ, ഇപ്പോൾ സൈപ്രസ്. ഇനി പറയാൻ പോകുന്നതാണ് ഹോങ്കോങ് ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു. 1842 ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആര് വരുന്നത്? ഹോങ്കോങ് വരുന്നത്. ഹോങ്കോങ്ങിന് എന്താണ് 99 വർഷത്തേക്ക് ബ്രിട്ടീഷുകാർ പാട്ടത്തിനെടുത്തു. 1894 അല്ല, 99 വർഷത്തേക്കാണ് എടുത്തത്. 1997 ചൈനയ്ക്ക് തന്നെ ഹോങ്കോങ്ങിനെ കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചൈനയ്ക്ക് ഹോങ്കോങ്ങിനെ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കോളനിയായ ഹോങ്കോങ്ങും സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാരുടെ കോളനി ഏതെല്ലാമായിരുന്നു? ഗോൾഡ് കോസ്റ്റ്, നമ്മൾ ഘാന എന്നാണ് ഗോൾഡ് കോസ്റ്റിന് വിളിക്കുന്ന പേര് കേട്ടോ. നൈജീരിയ, സിറാലിയോൺ, ഗാംബിയ എന്നീ കോളനികളാണ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത്. ഇതിൽ ഘാനയിൽ ക്വാമിയൻ ക്രൂമ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ സമരമൊക്കെ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ദേശീയ സമരം അവിടെ നടന്നിട്ടുണ്ട്. 1957 ക്വാമിയൻ ക്രൂമയുടെ നേതൃത്വത്തിൽ ദേശീയ സമരമൊക്കെ നടന്നത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. നൈജീരിയ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് 1960 സ്വാതന്ത്ര്യം നേടി. സിറാലിയോൺ ആണെങ്കിൽ 1961 നേടി. ഗാംബിയ ആണെങ്കിലോ 1965 നേടി. നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള കോളനികൾ അല്ലേ സ്വാതന്ത്ര്യം നേടി പുറത്തേക്ക് വരികയാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ലോകത്തിലേക്ക് പുതിയതായിട്ട് പിച്ചവെച്ച് വരുന്ന പുതിയ രാഷ്ട്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതേപോലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ എന്നാണ് അല്ലേ. ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് തുടർന്ന് കിഴക്കേ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട കോളനികളുണ്ട് അല്ലേ. കെനിയ, ടാങ്കനിക്ക, ഉഗാണ്ട അല്ലേ. നമ്മൾ കേട്ടല്ലോ ഉഗാണ്ടയുടെ ഇദിയമീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. കെനിയയിലെ ജോമോ കെനിയാത്തയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. ടാങ്കനിക്ക അവിടെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കെനിയ, ടാങ്കനിക്ക, ഉഗാണ്ട എന്നിവയുമൊക്കെ സ്വതന്ത്രമാക്കപ്പെട്ടു അല്ലേ. സമാധാനപരമായിട്ടുള്ള അധികാര കൈമാറ്റമൊക്കെയാണ് ഇവിടെ നടന്നത്. ടാങ്കനിക്കയ്ക്ക് 1961 ഉഗാണ്ടയ്ക്ക് 1962 കെനിയയ്ക്ക് 1963 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഉഗാണ്ടയിലെ നേതാവിൻ്റെ പേരെന്താ? മിൽട്ടൺ ഒട്ടേയ എന്തായിരുന്നു ഉഗാണ്ടയിലെ നേതാവ്. ടാങ്കനിക്കയിലാണെങ്കിൽ ജൂലിയസ് നിറോറ ആണ്. കെനിയയിലാണെങ്കിലോ ജോമോ കെനിയാത്തയായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ആഫ്രിക്കയുടെ മധ്യഭാഗത്തായിട്ടൊന്നുണ്ട് ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടായിരുന്നു അല്ലേ. ന്യൂസിലാൻഡ്, ഉത്തര റൊഡേഷ്യ, ദക്ഷിണ റൊഡേഷ്യ, ഇവിടെയായിരുന്നു ബ്രിട്ടീഷുകാർ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ ഇപ്പം തന്നെ നമ്മളൊരു 12 രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മധ്യ ആഫ്രിക്കയിലാണെങ്കിലോ ബ്രിട്ടീഷ് കോളനികളായിട്ടുണ്ടായിരുന്നത് അല്ലേ ന്യാസാലാൻഡ്, ഉത്തര റൊഡേഷ്യ, ദക്ഷിണ റൊഡേഷ്യ അല്ലേ. റൊഡേഷ്യ എന്ന് വെച്ചാൽ നമ്മൾ സിംബാബ്വെ എന്ന് വിളിക്കുന്ന രാജ്യമാണ് കേട്ടോ. റൊഡേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് സിംബാബ്വെ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന
ഈ പറയുന്ന കോളനികളെ വെറുതെ വിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടമൊക്കെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് 1953 എന്ത് ചെയ്തു, സ്വാസിലാൻഡ് അല്ലെങ്കിൽ ന്യാസിലാൻഡ് അല്ലേ, ന്യാസാലാൻഡും അതേപോലെ ഉത്തര റൊഡേഷ്യ, ദക്ഷിണ റൊഡേഷ്യ ഇവരൊക്കെ എന്താണ് സ്വാതന്ത്ര്യം നേടി പുറത്തു വരികയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് എന്ത് ചെയ്യും, മധ്യ ആഫ്രിക്കൻ ഫെഡറേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തു, ഈ 3 രാജ്യങ്ങൾ കൂടി ചേർന്ന്, അതായത് ഉത്തര റൊഡേഷ്യയും ദക്ഷിണ റൊഡേഷ്യയും ന്യാസാലാൻഡും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ ഉത്തര റൊഡേഷ്യയിലെ കെന്നത്ത് കോണ്ടോ അല്ലേ, കെന്നത്ത് കോണ്ടോ, അതേപോലെ തന്നെ ഉത്തര റൊഡേഷ്യയിലെ ജോഷ്വ എൻകോമോ, ഉത്തര റൊഡേഷ്യയിലെ കെന്നത്ത് കോണ്ട, ഉത്തര റൊഡേഷ്യയിലെ ജോഷ്വ എൻകോമ, ന്യാസാലാൻഡിലുണ്ടായിരുന്ന ആളുടെ പേര് ഹേസ്റ്റിങ്സ് ബന്ദ എന്നീ നേതാക്കന്മാർ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അവർ പറഞ്ഞ കാര്യം വെച്ചാൽ കറുത്ത വർഗ്ഗക്കാർക്ക് അധികാര കൈമാറ്റം ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് കേട്ടോ. അതിനെ തുടർന്നിപ്പോൾ ഈ ന്യാസാലാൻഡ് അറിയപ്പെടുന്ന പേര് ഏതായിരിക്കാം, മലാവി, റൊഡേഷ്യ സാംബിയാണ് കേട്ടോ, സിംബാബ്വെ അല്ല സാംബിയ ആണ്. സാംബിയ ആയിരുന്നു റൊഡേഷ്യ കേട്ടോ, സാംബിയ ആണ്, സിംബാബ്വെ അല്ല സാംബിയാണ് റൊഡേഷ്യ അല്ലേ. പിന്നെന്താ, ഇവിടെ ഗവൺമെൻറ്റുകളൊക്കെ അധികാരത്തിൽ വരികയാണ് അല്ലേ. ദക്ഷിണ റൊഡേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ കറുത്തവർഗ്ഗക്കാരുടെ ഭരണം സ്ഥാപിക്കപ്പെടുമെന്ന് ഭയന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരതുകൊണ്ട് അവിടെ വർണ്ണ വിവേചനത്തിലേക്ക് ഊന്നി പ്രവർത്തിക്കുകയൊക്കെയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെയോ സിംബാബ്വെ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് അല്ല, ദക്ഷിണ റൊഡേഷ്യ. ദക്ഷിണ റൊഡേഷ്യയാണ് സിംബാബ്വെ, ഉത്തര റൊഡേഷ്യ സാംബിയ കേട്ടോ. ഉത്തര റൊഡേഷ്യ അറിയപ്പെട്ട പേര് സാംബിയ എന്നും ദക്ഷിണ റൊഡേഷ്യ അറിയപ്പെട്ടത് സിംബാബ്വെ എന്ന പേരിലുമാണ് കേട്ടോ. ദക്ഷിണ റൊഡേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ കറുത്തവർഗ്ഗക്കാരുടെ ഭരണം സ്ഥാപിക്കപ്പെടുമെന്ന് ഭയന്ന് എന്ത് ചെയ്തു, ഇവർ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടീഷ് കോമൺവെൽത്തും ഒക്കെ ഈ നടപടിയെ എതിർക്കുകയുണ്ടായി. അവരുടെ നിർദ്ദേശപ്രകാരം ലോകത്തിലെ മിക്ക രാജ്യങ്ങളും എന്ത് ചെയ്തു, ദക്ഷിണ റൊഡേഷ്യക്കെതിരെ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി. അവസാനം എന്താണ്, റോബർട്ട് മുഗാബെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ശക്തമായൊരു ഗറില്ല സമരമൊക്കെ ഇവിടെ വളർന്നു വരികയും അവസാനം ഗവൺമെൻറ് ഇവിടെ കീഴടങ്ങുകയും 1980 ദക്ഷിണ റൊഡേഷ്യ സിംബാബ്വെ എന്ന പേരിൽ ഒരു പുതിയ സ്വതന്ത്ര രാജ്യമായിട്ട് തീരുകയും ചെയ്തു. റോബർട്ട് മുഗാബെയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റും രൂപീകരിക്കപ്പെട്ടു. റോബർട്ട് മുഗാബെയാണ് ഇപ്പോഴും ഇവിടുത്തെ ഭരണാധികാരി എന്ന് തോന്നുന്നു. ആൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഏറ്റവും കൂടുതൽ വർഷം രാജ്യം ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ ലിസ്റ്റൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ റോബർട്ട് മുഗാബെയെയും നമ്മൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കോളനികൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. ഇനി അടുത്ത കോളനി നോക്കിയാൽ എന്താണ്, അത് ഫ്രഞ്ച് കോളനികൾ എന്ന് പറയുന്ന കോളനികളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫ്രഞ്ച് കോളനികളാണ് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനികൾ ഏതെല്ലാമായിരുന്നു നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യം നേടിയ ഫ്രഞ്ച് കോളനികൾ. നമ്മുടെ ഏഷ്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനികൾ ഇൻഡോ ചൈന. ഇൻഡോ ചൈന എന്ന് വെച്ചാൽ ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ കംപൂച്ചിയ എന്നാണ് വിളിച്ചിട്ടുണ്ട്. കംപൂച്ചിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇൻഡോ ചൈന, അതായത് വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ ഈ 3 രാജ്യങ്ങളെയാണ് നമ്മൾ ഫ്രഞ്ച് കോളനികളായിട്ട് കണക്കാക്കിയിരുന്നത്. ഈ 2ാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ഈ ഇൻഡോ ചൈന എന്ന് പറഞ്ഞ പ്രദേശത്തിനെ ജപ്പാൻ എന്ത് ചെയ്തു, കൈവശപ്പെടുത്തി. ജപ്പാനല്ല, സുഭാഷ് ചന്ദ്രബോസാണ് കേട്ടോ കൈവശപ്പെടുത്തിയത്. ജപ്പാൻ പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, ഫ്രഞ്ചുകാർ വീണ്ടും ചെന്നിട്ട് ഇൻഡോ ചൈനയിൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ പിടിച്ചെടുത്ത പ്രദേശമാണ് ഇൻഡോ ചൈന, അല്ലെങ്കിൽ നമ്മൾ ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജപ്പാൻ, സുഭാഷ് ചന്ദ്രബോസ് ഇവർ ഭരിച്ച ഈ ഇൻഡോ ചൈന, ആ ഇൻഡോ ചൈനയിലേക്ക് വീണ്ടും പരാജയപ്പെട്ട ഫ്രഞ്ചുകാർ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ, ഈ ഇൻഡോ ചൈനയിലെ ജനങ്ങൾ ഫ്രഞ്ചുകാർക്ക് എതിരായിട്ട് തിരിയുകയും ഫ്രഞ്ചുകാർക്കെതിരായിട്ട് സമരം ചെയ്യുകയും ചെയ്തു. ഇതാണ് അവിടെ ഫ്രഞ്ചുകാരുടെ ഭരണം തീരാനായിട്ട് കാരണമുണ്ടായത്. അതായത് ഇൻഡോ ചൈനയിലെ ജനങ്ങൾ ഫ്രഞ്ചുകാർ വീണ്ടും ഈ പറയുന്ന ഇൻഡോ ചൈനയെ ഭരിക്കാനായിട്ട് ചെന്നപ്പോൾ അതിനെ എതിർത്തു. 1954 മെയ് മാസം 7 വടക്ക് പടിഞ്ഞാറൻ വിയറ്റ്നാമിലെ ദിയൻ ബിയൻ ഫു എന്ന സ്ഥലത്ത് വെച്ച് വിയറ്റ്നാമിൻ്റെ സൈന്യത്തിൻ്റെ നേതാവായ ഗ്യാപ്പ്, നമുക്ക് ഓർക്കാനുള്ളപ്പോൾ വരാം, ഗ്യാപ്പ്, അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചു. അങ്ങനെ വിയറ്റ്നാം സ്വാതന്ത്ര്യം നേടുകയാണ് ഉണ്ടായത്. 1954 അല്ലേ, ജൂലൈയിൽ എന്ത് സംഭവിച്ചു അല്ലേ, 1954 ജൂലൈയിൽ ജനീവയിൽ നടന്ന സമ്മേളനം വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ എന്നിവയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയുണ്ടായിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരോട് കിടപിടിക്കുന്നൊരു കൊളോണിയൽ സാമ്രാജ്യമാണ് ആർക്കുണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാരോട് കൊളപിടിക്കുന്നൊരു കൊളോണിയൽ സാമ്രാജ്യമായിരുന്നു ഈ പറയുന്ന ഫ്രഞ്ചുകാർക്ക് ആഫ്രിക്കയിലുണ്ടായിരുന്നത് കേട്ടോ. ഉത്തരാഫ്രിക്കയിൽ അവർക്കുണ്ടായിരുന്ന ടുണീഷ്യ, മൊറോക്കോ, അൾജീരിയ, അതായത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന ഫ്രഞ്ച് കോളനിയായിരുന്നു ടുണീഷ്യ, മൊറോക്കോ, അൾജീരിയ. ഇതെല്ലാം ആഫ്രിക്കയിലുള്ള ഫ്രഞ്ചിൻ്റെ കോളനികളായിരുന്നു കേട്ടോ. ഈ ടുണീഷ്യയിൽ ഫ്രഞ്ച് ഭരണത്തിനെതിരായിട്ട് പോരാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ടുണീഷ്യയിൽ അല്ലേ വിപ്ലവമൊക്കെ നടന്ന് നമ്മൾ ഓർക്കുന്നില്ലേ, ടുണീഷ്യയിൽ വിപ്ലവം ഉണ്ടായതൊക്കെ ഓർക്കുന്നില്ലേ. അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഹബീബ് ബൗർഗീബ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന ടുണീഷ്യ പോരാട്ടം നടത്തിയത്. അതിനു മുന്നിൽ ഫ്രാൻസ് പരാജയപ്പെടുകയും ടുണീഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു.
അതുപോലെ ടുണീഷ്യയുടെ ഒപ്പം മൊറോക്കോയും ഫ്രാൻസിനെതിരെ എന്ത് ചെയ്യുകയാണ്, തിരിയുന്നുണ്ട്. അങ്ങനെ ആ പോരാട്ടത്തിനൊടുവിൽ അവിടെയും എന്താണ് ഇസ്തിക്കൽ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, ഇസ്തിക്കൽ പാർട്ടി, അവരാണ് ഇവിടെ സമരത്തിന് വരുന്നത്. അവരും അവിടെ വിജയിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ 1956 നമ്മുടെ ഇതിൽ കിടക്കുന്ന 1556 എന്നാണ്. പക്ഷേ 1956 മൊറോക്കോയ്ക്കും സ്വാതന്ത്ര്യം കിട്ടുകയുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയിലാണെങ്കിൽ വളരെ ബൃഹത്തായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടന്നത് കേട്ടോ. പിന്നെയോ ഫ്രഞ്ച് കോളനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ അവിടെ 10 ലക്ഷം ഫ്രഞ്ചുകാർ താമസമുണ്ടായിരുന്നു. അതായത് കോളനികളിൽ ഇത്രയും ഫ്രഞ്ചുകാർ പോയി താമസിക്കേണ്ട കാര്യം, പക്ഷേ 10 ലക്ഷത്തോളം, അതായത് പോപ്പുലേഷൻ്റെ പകുതിക്കടുത്ത് വരുന്ന ആൾക്കാർ അവിടെ ഫ്രഞ്ചുകാരായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അൾജീരിയയിൽ നിന്നും സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തു പോകാൻ ഫ്രഞ്ചുകാർക്ക് ഒരല്പം മടിയുണ്ടായിരുന്നു അല്ലേ. അവർ 7 ലക്ഷം പടയാളികളെ എന്ത് ചെയ്തു, ഇറക്കിയിട്ടാണ് ഈ സമരത്തെ നേരിട്ടെന്നാണ് പറയുന്നത്. വിമോചന പോരാളികളും ഫ്രഞ്ച് സൈന്യവും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് യുദ്ധമായിട്ട് മാറുകയും അൾജീരിയയിൽ എന്താണ് ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ 1962 ജൂലൈയിലാണ് അൾജീരിയ സ്വാതന്ത്ര്യം നേടുന്നത്, ഫ്രഞ്ച് ഗവൺമെൻറ് അംഗീകരിച്ചും കൊടുത്തത്. 15 ലക്ഷത്തോളം മനുഷ്യർ ഈ പറയുന്ന അൾജീരിയ ഫ്രഞ്ച് യുദ്ധത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ പടിഞ്ഞാറേ ആഫ്രിക്കയിലെ ഫ്രഞ്ച് കോളനി എന്ന് പറയുന്നത് ഗിനിയ എന്ന് പറയുന്നതാണ്. ഗിനിയക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് സൈക്കോവ് ടൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സൈക്കോവ് ടൂറിൻ്റെ നേതൃത്വത്തിലാണ് ഗിനിയക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതേപോലെ 1960കളിൽ ഐവറി കോസ്റ്റ്, നൈജർ, അപ്പർ വോൾട്ട് എന്നീ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട് കേട്ടോ. 1960കളിലാണ് ഐവറി കോസ്റ്റ്, നൈജർ, അപ്പർ വോൾട്ട് എന്നീ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇതിൽ തന്നെ ഇക്വറ്റോറിയൽ ആഫ്രിക്കയിലെ രാജ്യങ്ങൾ അല്ലേ, ഇക്വറ്റോറിയൽ ആഫ്രിക്ക, അതായത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ആഫ്രിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഇക്വറ്റോറിയൽ ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാബോൺ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ഫ്രഞ്ച് കോങ്കോ ഇവയെല്ലാം 1960 സ്വാതന്ത്ര്യം നേടി. ആ വർഷം തന്നെ എന്താണ് ടോങ്കോ, കാമറൂൺ, മഡഗാസ്കർ എന്നീ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കൊരു തോന്നലുണ്ടോ, ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരായിരുന്നല്ലേ ഈ ഫ്രഞ്ചുകാർ. അവർക്കും ലോകത്ത് ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നല്ലേ. എന്തിനേറെ നമ്മുടെ ഇന്ത്യയിൽ വരെ ഫ്രഞ്ചുകാർ കോളനികൾ ഉണ്ടാക്കിയ ചരിത്രം നമുക്കറിയുള്ളതല്ലേ. വിശാലമായ കോളനികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പോക്കറ്റുകൾ അവർ കൈവശപ്പെടുത്തി വെച്ചു എന്ന് നമുക്ക് അറിയാം അല്ലേ. ഇനി അടുത്ത ആശാന്മാരിലേക്ക് നമ്മൾ കടക്കേണ്ടത് ഡച്ചുകാരാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഡച്ച് കോളനികൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട ഡച്ച് കോളനികൾ അല്ലേ, ഇന്തോനേഷ്യയായിരുന്നു ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനിയായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മൾ ഈസ്റ്റ് ഇൻഡീസ് എന്നല്ല അവർ വിളിച്ചിരുന്നത്. 1942 ഇന്തോനേഷ്യയെ ജപ്പാൻ കൈവശപ്പെടുത്തി. അവിടുത്തെ ദേശീയ നേതാവായിരുന്ന അഹമ്മദ് സുകാർണോയ്ക്ക് ഭരണമേൽപ്പിക്കുകയും ചെയ്തു. അതായത് 1942 സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾക്ക് ഷഹീദ് എന്നും സ്വരാജ് എന്നും പേര് കൊടുത്തുകൊണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് സിംഗപ്പൂരിൽ സ്ഥാപിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് ക്ലാസ്സിൽ. അപ്പോൾ ആ ജപ്പാൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഈ പറയുന്ന ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ജപ്പാനെ അല്ലേ അവരുടെ അംഗീകാരത്തോടു കൂടിയിട്ട് ഈ പറഞ്ഞ ഫ്രഞ്ചുകാരെ എല്ലാം പരാജയപ്പെടുത്തി. കാരണം ഫ്രഞ്ചല്ല, നമ്മുടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ട് അവർ സ്വാതന്ത്ര്യം നേടി. ആരുടെ നേതൃത്വം? ജപ്പാൻ്റെ നേതൃത്വത്തിൽ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലാണ് 1942 ഇന്തോനേഷ്യക്കാർ സ്വാതന്ത്ര്യം നേടുന്നത് അല്ലേ. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം ജപ്പാൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നാട് വിട്ട് പേടിച്ചോടിപ്പോയി ഡച്ചുകാർ വീണ്ടും ഇന്തോനേഷ്യയിൽ ചെന്നിട്ട് അവരുടെ കോളനി ഭരണം പുനഃസ്ഥാപിക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ അവിടെ എതിർപ്പുണ്ടായി. ജപ്പാൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് ഇന്തോനേഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന അഹമ്മദ് സുകാർണോ എന്ത് ചെയ്തു? എതിർത്തു. അങ്ങനെ അഹമ്മദ് സുകാർണോയുടെ നേതൃത്വത്തിൽ ശക്തമായൊരു ദേശീയ പ്രസ്ഥാനത്തെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു അല്ലേ. ജാവ, സുമാത്ര, മധുര എന്നീ പ്രദേശങ്ങളിൽ ഒരു റിപ്പബ്ലിക്കുകൾ, സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഡച്ചുകാർക്ക് അവിടുന്ന് അവസാനം പിൻവാങ്ങിപ്പോകേണ്ടുന്നൊരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഡച്ചുകാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ 1949 ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടുന്നത്. വേറെയും പല ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ. ബെൽജിയംകാരുണ്ടായിരുന്നു, പോർച്ചുഗലുകാരുണ്ടായിരുന്നു, സ്പെയിൻകാരുണ്ടായിരുന്നു. ഇവരും കോളനികളിൽ നിന്നൊന്നും പിന്മാറാനായിട്ട് തയ്യാറായ ആളുകൾ അല്ല. അതുകൊണ്ട് തന്നെ ആ കോളനികളിലൊക്കെ നടന്ന ദേശീയ സമരങ്ങളെ നിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു നയമാണ് ഈ പറയുന്ന പോർച്ചുഗലും സ്പെയിനും ഇവരെല്ലാവരും സ്വീകരിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കോളനികൾ ഏതെല്ലാം നോക്കുക. അതായത് ബെൽജിയത്തിന് കോളനികളുണ്ടായിരുന്നു. ബെൽജിയത്തിൻ്റെ കോളനികളായിരുന്നു കോങ്കോ, റുവാണ്ട, ബുറുണ്ടി എന്നീ പറഞ്ഞ രാജ്യങ്ങൾ അല്ലേ. ബെൽജിയത്തിൻ്റെ കോളനികളായിരുന്നു കോങ്കോ. 1960 സ്വാതന്ത്ര്യം നേടുകയാണ്. റുവാണ്ട, ബുറുണ്ടി എന്നീ പറഞ്ഞ പ്രദേശങ്ങൾ ഇത് 1962 സ്വാതന്ത്ര്യം നേടുന്നത് അല്ലേ.
ദേശീയ സമരം തീവ്രതയാർജിച്ചതിനെ തുടർന്ന് 1960 കോങ്കോയിൽ നിന്ന് ബെൽജിയം പതുക്കെ പിന്മാറി. ബെൽജിയം അറിയപ്പെടുന്നൊരു പേരുണ്ട്, ദ കോക്പിറ്റ് ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ യുദ്ധക്കളം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ബെൽജിയം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തിയ വാട്ടർലൂ യുദ്ധം നടന്നത് ഈ പറയുന്ന എവിടെയാണ്? ബെൽജിയത്തിലാണ്. അതുപോലെ ആർതർ വെല്ലസ്ലി എന്ന് പറയുന്ന വ്യക്തി അല്ലേ, അദ്ദേഹം ഒരു വീരശൂര പരാക്രമിയായി മാറ്റപ്പെട്ടത് ഈ പറയുന്ന ബെൽജിയത്തിൽ വെച്ചിട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞുവാണ് എന്നോർത്തേക്കുക. ഇവിടെ നമ്മുടെ കോങ്കോയിൽ അധികാരത്തിലെത്തിയ വ്യക്തിയുടെ പേരാണ് പാട്രിസ് ലുമുംബ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ അധികാരത്തിലെത്തിയത്. അതേപോലെ റുവാണ്ട, ബുറുണ്ടി, നേരത്തെ ഒറ്റ രാജ്യമായിരുന്നു. റുവാണ്ട, ഉറുണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒറ്റ രാജ്യമായിരുന്നു റുവാണ്ടയും ബുറുണ്ടിയും. ആ രാജ്യം 1962 ബെൽജിയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്, കോങ്കോയിൽ ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നും റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നുമൊക്കെ അറിയപ്പെട്ട രണ്ട് രാജ്യങ്ങൾ കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത്. ഈ ആഭ്യന്തര യുദ്ധകാലത്ത് വധിക്കപ്പെട്ട രണ്ട് പേരുണ്ട്. ആരൊക്കെയാണ്? ആഭ്യന്തര യുദ്ധകാലത്ത് ലുമുംബയും അതേപോലെ UN സെക്രട്ടറി ജനറലായിരുന്ന ഡാഗ് ഹാമർഷോൾഡ് ഉണ്ടല്ലോ, അവർ രണ്ടുപേരും വധിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ 1965 ജനറൽ മൊബുട്ടു എന്ന് പറഞ്ഞൊരു വ്യക്തി അധികാരം പിടിച്ചെടുക്കുന്നൊരു സമയം വരെ കോങ്കോയിൽ ഈ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ബെൽജിയത്തിൻ്റെ കോളനികൾ എന്ന ലേബലിൽ നമ്മൾ പഠിക്കുകയാണ്. അടുത്തത് സ്പാനിഷ് കോളനികളാണ് നമ്മൾ നോക്കുന്നത്. സ്പെയിനിൻ്റെ കോളനികൾ ഏതെല്ലാം ആയിരുന്നു നോക്കുന്നത് അല്ലേ. അതിലൊന്നായിരുന്നു സ്പാനിഷ് സഹാറ എന്ന് പറയുന്നത്. 1975 സ്പാനിഷ് സഹാറയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. മറ്റൊന്ന് സ്പാനിഷ് ഗിനിയ ആയിരുന്നു. 1965 സ്പാനിഷ് ഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതേപോലെ സ്പാനിഷ് സഹാറയും സ്പാനിഷ് മൊറോക്കോയും സ്പാനിഷ് ഗിനിയ എന്നിവയാണ് ആഫ്രിക്കയിൽ ഈ പറയുന്ന സ്പെയിനിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോളനികൾ കേട്ടോ. ഫ്രഞ്ചുകാരിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാണ് മൊറോക്കോ എന്ന് നമുക്കറിയാം. ആ മൊറോക്കോയിലേക്ക് സ്പാനിഷ് മൊറോക്കോയെ ലയിപ്പിക്കാനായിട്ട് അവസാനം 1956 സ്പെയിൻ സമ്മതിച്ചു. അതായത് മൊറോക്കോ ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു. ഈ സ്പെയിൻകാർക്ക് മൊറോക്കോയുടെ കുറച്ച് പ്രദേശം കൈവശം ഉണ്ടായിരുന്നു. അതാണ് സ്പാനിഷ് മൊറോക്കോ എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാരിൽ നിന്ന് മൊറോക്കോ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഈ സ്പെയിനിൻ്റെ കൈവശം വരുന്ന മൊറോക്കോയിലുള്ള ആൾക്കാരും സമരത്തിന് വന്നു. അപ്പോൾ സ്പാനിഷ് മൊറോക്കോയെ ഈ പറയുന്ന ഫ്രഞ്ചുകാരുടെ കൈവശം വരുന്ന മൊറോക്കോയിൽ ലയിപ്പിക്കാനായിട്ട് 1956 സ്പെയിൻ സമ്മതിച്ചപ്പോൾ സ്പാനിഷ് മൊറോക്കോയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതേപോലെ 1960 അല്ലേ ഇവരോടൊപ്പം ലയിക്കാനായിട്ട് ഏതാണ് സ്പാനിഷ് ഗിനിയയെയും അനുവദിക്കുകയാണ്. സ്പാനിഷ് സഹാറ 1975 മോചിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഇറ്റലിയുടെ പ്രധാനപ്പെട്ട കോളനികൾ നമുക്ക് നോക്കാം. ഇറ്റാലിയൻ കോളനികൾ അല്ലേ. ഇറ്റലിയുടെ ആഫ്രിക്കയിലെ കോളനികൾ ഏതെല്ലാം വെച്ചാൽ എത്യോപ്യ അല്ലേ, സൊമാലിലാൻഡ്, എറിത്രിയ, ലിബിയ എന്നീ രാജ്യങ്ങളായിരുന്നു. ലിബിയ അല്ലേ. ഇറ്റലിയുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇറ്റലി എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം അംഗീകരിച്ച് അവരെ വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം, ലിബിയക്ക് 1951 സ്വാതന്ത്ര്യം കൊടുത്തു. എറിത്രിയക്ക് 1952 ഇറ്റലി സ്വാതന്ത്ര്യം കൊടുത്തു അല്ലേ. പിന്നെയോ 1952 എത്യോപ്യയെയും മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇറ്റാലിയൻ സൊമാലിലാൻഡിനെ ബ്രിട്ടീഷ് സൊമാലിലാൻഡുമായി ലയിപ്പിച്ച് 1960 സൊമാലിയ എന്നൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കിന് രൂപം കൊടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞ സൊമാലിയൻ കടൽക്കൊള്ളക്കാരൊക്കെയുള്ള പ്രദേശമില്ലേ, അതെന്ന് വെച്ചാൽ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരും ഈ പറയുന്ന ഇറ്റലിക്കാരും കൂടി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സൊമാലിലാൻഡും ഇറ്റാലിയൻ സൊമാലിലാൻഡുമായിരുന്നു. അതാണിപ്പോൾ സൊമാലിയ എന്ന് പറഞ്ഞൊരു റിപ്പബ്ലിക്കായിട്ട് 1960 മുതൽ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ അത് കടൽക്കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അതേപോലെ 1960കളുടെ അന്ത്യത്തോടു കൂടിയിട്ട് എന്താ സംഭവിച്ചത്? പോർച്ചുഗീസുകാരുടെ കോളനികൾ അല്ലേ, നമീബിയ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഒഴികെയുള്ള എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി വരികയാണ്. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ മൊസാംബിക്ക് 1975 സ്വാതന്ത്ര്യം നേടുന്നത്. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ കോളനികൾ ഏതെല്ലാം ആയിരുന്നു എന്ന് അറിയാൻ ശ്രമിക്കാം അല്ലേ. പോർച്ചുഗീസുകാരുടെ കോളനികൾ ഏതെല്ലാമായിരുന്നു? അത് പോർച്ചുഗീസ് ഗിനിയ 1973 പോർച്ചുഗീസ് ഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പോർച്ചുഗീസ് കോളനികളായിരുന്ന അങ്കോള, മൊസാംബിക്ക്, പോർച്ചുഗീസ് ഗിനിയ എന്നീ പ്രദേശങ്ങളിലും ദേശീയ സമരങ്ങൾ തീവ്രതയാർജിച്ചു വരികയാണുണ്ടായത്. 1970കളിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലേ. പോർച്ചുഗീസ് ഗിനിയ 1973 സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. പിറ്റേ വർഷം പോർച്ചുഗീസുകാർ അത് അംഗീകരിച്ചും കൊടുത്തു. അങ്ങനെ പോർച്ചുഗീസ് ഗിനിയ ഗിനിയ ബിസ്ലാവു എന്ന പേരിൽ പുനർനാമകരണമൊക്കെ ചെയ്യപ്പെടുകയുണ്ടായി. 1979 അങ്കോളയും മൊസാംബിക്കും സ്വതന്ത്രമായി അല്ലെ. സ്വാതന്ത്ര്യത്തോടെ ഈ രാജ്യങ്ങളിലുണ്ടായ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 വർഷം വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 10 വർഷമാണ് കേട്ടോ.
നമീബിയ സ്വതന്ത്രമായതോടുകൂടി എന്താണ് ആഫ്രിക്കയിലെ യൂറോപ്യൻ കോളനി വാഴ്ച എന്ന് പറയുന്നത് അവസാനിക്കുകയും ചെയ്തു. ഇനി അതേപോലെ ദക്ഷിണാഫ്രിക്ക നമ്മൾ നോക്കിയാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താണെന്നറിയാമല്ലോ അല്ലേ? ആഫ്രിക്കയിലെ മിക്ക പ്രദേശങ്ങളും അല്ലേ കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള സമരമായാണ് ദേശീയ പ്രസ്ഥാനം ഉയർന്നു നിന്നാണ് പറയുന്നത് അല്ലേ. ആഫ്രിക്കയിൽ നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം അവിടെയുള്ള രാജ്യങ്ങളെ അടിമകളെ പോലെ കണക്കാക്കിയാണ് ഭരിച്ചത്. അപ്പോൾ ഒന്ന് നോക്കിയാൽ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന കാര്യം എന്നാണ്, ആഫ്രിക്കയിൽ ഒരൊറ്റ രാജ്യം പോലും സ്വാതന്ത്ര്യത്തോടുകൂടി ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഈ മുതലാളിത്ത രാജ്യങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നുവെന്നും ആ മുതലാളിത്ത രാജ്യങ്ങൾക്കെതിരായിട്ട് ഈ രാജ്യങ്ങളിലെല്ലാം സമരങ്ങൾ നടന്നിരുന്നുവെന്നും നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരത്തിൽ സമരം നടന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക. പക്ഷേ ദക്ഷിണാഫ്രിക്കയിൽ ഈ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കോളനി വാഴ്ചയ്ക്കെതിരെയുള്ളൊരു സമരമെന്ന രീതിയിലാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം വന്നതെങ്കിലും ആഫ്രിക്കയിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അതാണ് നമ്മൾ ആഫ്രിക്കയെ പ്രത്യേകിച്ച് എടുത്തു പഠിക്കുന്നത്. അതായത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ വർണ്ണ വിവേചനത്തിനെതിരെയുള്ളൊരു പോരാട്ടം എന്ന നിലയിലാണ് ദേശീയ സമരം ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. 1940 അധികാരത്തിൽ വന്ന ഡാനിയൽ മലാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അത് വെള്ളക്കാർക്ക് ന്യൂനപക്ഷക്കാരായിട്ടുള്ള വെള്ളക്കാരുടെ ഗവൺമെൻറ്റാണ്. 1900 അധികാരത്തിൽ വന്ന ഡാനിയൽ മലൻ്റെ ഗവൺമെൻറ് അതായത് വെള്ളക്കാരുടെ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്. തുടർന്ന് വന്ന ഗവൺമെൻറ്റുകളും അതേപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ വിവേചനപരമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ. അതായത് 1940 അവിടെ ഒരു ഗവൺമെൻറ് വന്നു. ഗവൺമെൻറ് ഡാനിയൽ മാലൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ വർണ്ണ വിവേചനം എന്ന് പറയുന്ന അപ്പാർത്തൈഡ് എന്ന് പറയുന്നൊരു പോളിസി കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു വർണ്ണ വിവേചന നയം, അതായത് കറുത്ത വർഗ്ഗക്കാരൻ വെളുത്ത വർഗ്ഗക്കാരൻ എന്നൊക്കെ പറയുന്നൊരു നയം. നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഗാന്ധിജി ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചതാണ് എന്താണ് അപ്പാർത്തൈഡ് എന്നും അത് ഗാന്ധിജിക്ക് എങ്ങനെയാണ് നേരിടേണ്ടി വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മനുഷ്യത്വരഹിതമായ ഒരു വർണ്ണ വിവേചന സമ്പ്രദായത്തെയാണ് നമ്മൾ അപ്പാർത്തൈഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് ജനസംഖ്യയുടെ 80% വരുന്ന കറുത്ത വർഗ്ഗക്കാർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുമൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം അല്ലേ. അവർക്ക് വോട്ടവകാശം കൊടുത്തിരുന്നില്ല, അവർക്ക് പണിമുടക്കാനുള്ള അവകാശവും കൊടുത്തിരുന്നില്ല അല്ലേ. വെള്ളക്കാർ പാർത്തിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. വെള്ളക്കാർക്കും കറുത്ത വർഗ്ഗക്കാർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ വാഹനങ്ങൾ, വേറെ വേറെ ഹോട്ടലുകൾ, ആശുപത്രികൾ, ബീച്ചുകൾ അല്ലേ, വിദ്യാലയങ്ങൾ, പള്ളികൾ എല്ലാം എന്താണ് അവിടെ തരംതിരിച്ച് വെച്ചിരുന്നു അല്ലേ. ആർക്കാണ്? കളേർഡ് പീപ്പിൾ അതേപോലെ തന്നെ ബ്ലാക്ക് പീപ്പിൾ എന്ന രീതിയിലാണ് അവിടെ എഴുതി വച്ചിരുന്നത്. പിന്നെയോ ഓരോ വ്യക്തിയെയും വംശീയമായി തരംതിരിച്ച് തിരിച്ചറിയൽ കാർഡ് കൊടുത്തിരുന്നു. മിശ്ര വിവാഹം എന്ന് പറയുന്നത് അനുവദിച്ചിരുന്നില്ല. ജനങ്ങളുടെ എതിർപ്പുകളെ കർശനമായിട്ട് അടിച്ചമർത്തിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആഫ്രിക്കയിൽ നടന്ന വർണ്ണ വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് അവിടെ ഭയങ്കര പ്രക്ഷോഭങ്ങളുണ്ടായി. ഗാന്ധിജി പോലും പ്രതിഷേധിച്ചു. മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദക്ഷിണാഫ്രിക്കയിൽ ഈ വർണ്ണ വിവേചനത്തിനെതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി അല്ലേ. ഈ ദക്ഷിണാഫ്രിക്കയുമായിട്ട് പല രാജ്യങ്ങളും എന്ത് ചെയ്തു? അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മേൽ എന്ത് ചെയ്തു? സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഉപരോധം ഏർപ്പെടുത്താനായിട്ട് ഐക്യരാഷ്ട്ര സഭയും തീരുമാനിച്ചു അല്ലേ. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പോലും എന്ത് ചെയ്തു? ഈ പറയുന്ന ആഫ്രിക്കയുടെ ഈ നയത്തിനെതിരായിട്ട് അവർ നിലകൊണ്ടു. പക്ഷെ ഇതൊന്നും ആഫ്രിക്കയിലെ ഭരണാധികാരികളുടെ മനസ്സിനെ മാറ്റിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. ആഫ്രിക്കയിലെ ഭരണാധികാരികളുടെ മനസ്സിനെ ഇതൊന്നും മാറ്റിയില്ല. അവർ കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള കിരാത നടപടികൾ എന്ത് ചെയ്തു? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന വർണ്ണ വിവേചനത്തിനെതിരെ കനത്ത പോരാട്ടം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഒരു പാർട്ടി വരികയാണ്. ആ പാർട്ടിയുടെ പേരായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അഥവാ ANC എന്ന് പറയും. ഈ ANCക്ക് നേതൃത്വം കൊടുത്ത മറ്റാരുമായിരുന്നില്ല, നെൽസൺ മണ്ടേലയാണ്. അങ്ങനെ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിലുള്ള ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിന് എതിരെ പോരാടിക്കൊണ്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഗവൺമെൻറ് നിരന്തരമായിട്ട് അടിച്ചമർത്തിയപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ സമരമാർഗം നമുക്കറിയാം ഏതാണ്? അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി. അതിനെന്ത് ചെയ്തു? അവരങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സായുധ സമരത്തിൻ്റെ മാർഗം അങ്ങോട്ട് തിരഞ്ഞെടുത്തു. അതായത് ശക്തമായ ഗറില്ല ഒളിപ്പോരാട്ടങ്ങൾ അവർ നടത്തി. അതേകൊണ്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര പേടിയായി. അവരെന്ത് ചെയ്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയെ നിരോധിച്ചു. നെൽസൺ മണ്ടേലയെ പോലുള്ള ആൾക്കാരെ പിടിച്ചു ജയിലിലിട്ടു. പക്ഷേ ദേശീയ സമരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കരുത്താർജിക്കുകയും ലോകത്തിന് മുന്നിൽ ഈ പറയുന്ന ആഫ്രിക്കൻ ഗവൺമെൻറ് അതായത് വെള്ളക്കാരുടെ ഗവൺമെൻറ് ഒറ്റപ്പെടുകയും ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചെറിയ ചർച്ചകളൊക്കെ നടത്താനായിട്ട് ഇവർ തയ്യാറായി. ആഫ്രിക്കയിലെ ജയിലിൽ, റോബൻ ഐലൻഡിലെ ജയിലിൽ 28 വർഷക്കാലത്തോളമായി കാരാഗൃഹത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നെൽസൺ മണ്ടേലയെ അവർ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിരോധനവുമെല്ലാം പിൻവലിച്ചു. അപ്പാർത്തൈഡ് നിയമങ്ങൾ എന്ത് ചെയ്തു? പലതും റദ്ദ് ചെയ്തു. എന്നിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനുമൊക്കെ ധാരണയായി. അങ്ങനെ 1994 നടന്ന തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു.
ദക്ഷിണാഫ്രിക്കയിൽ ആദ്യത്തെ വംശീയ വിരുദ്ധ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് നെൽസൺ മണ്ടേല അധികാരവും ഏറ്റു. ഈ ഗവൺമെൻറ്റാണ് എ ഗവൺമെൻറ് ഓഫ് നാഷണൽ യൂണിറ്റി അഥവാ ദേശീയ ഐക്യത്തിൻ്റെ ഗവൺമെൻറ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന പാർട്ടികൾക്കെല്ലാം എന്തുണ്ടായിരുന്നു? ഈ ഗവൺമെൻറ്റിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷമായ വെള്ളക്കാരിൽ നിന്നും ഭൂരിപക്ഷമായ കറുത്ത വർഗ്ഗക്കാരിലേക്കുള്ള അധികാര കൈമാറ്റം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ നാഴികക്കല്ലായിരുന്നു, അല്ലേ? മാഡീബ എന്ന പേരിൽ അറിയപ്പെട്ട നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റായിട്ട് വന്നത്. ഇതാണ് ആഫ്രിക്കയിൽ നടന്ന ആ ഒരു ലോകത്ത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന സുപ്രധാനമായ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി അതേപോലെ അടുത്ത മേഖല എന്ന് വെച്ചാൽ എന്താണ്? പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്കറിവുള്ള കാര്യമാണത്, അല്ലേ? പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്താണ്? പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം, അല്ലേ? അതായത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വന്നേക്കാനുമൊക്കെ സാധ്യത ഉള്ളതാണ് കേട്ടോ. അത് പശ്ചിമേഷ്യയിലൊരു രാജ്യമാണ് പാലസ്തീൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് 3 മതങ്ങളുടെ പുണ്യകേന്ദ്രമാണ് ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്നത്. അതായത് ക്രൈസ്തവ മതം, ഇസ്ലാം മതം, അതേപോലെ യഹൂദ മതം, ഈ 3 മതങ്ങളുടെയും പുണ്യകേന്ദ്രമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്നത്. അതായത് യഹൂദരും അറബികളും ഒരേപോലെ തങ്ങളുടെ നാടിനെ, അല്ലെങ്കിൽ യഹൂദരും അറബികളും ഒരേപോലെ പാലസ്തീനെ തങ്ങളുടെ ജന്മനാടായിട്ട് തന്നെയാണ് കണ്ടത്, അല്ലേ? മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് ഇരു വിഭാഗങ്ങളും നടത്തിയ പോരാട്ടം, അതാണ് ഈ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടുപേരും പറയുന്നത് ഞങ്ങളുടെ നാടാണ് എന്ന് പറയുന്നു, അല്ലേ? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിയിരുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദരെ പാലസ്തീനിൽ നിന്നും റോമിലെ ചക്രവർത്തിമാർ ആട്ടിപ്പായിച്ചിരുന്നു. അപ്പോൾ റോമിലെ ചക്രവർത്തിമാർ അവിടുത്തെ സ്ഥിരവാസമുണ്ടായിരുന്ന ജനതയായിരുന്ന യഹൂദന്മാരെന്ത് ചെയ്തു? അവിടെ നിന്നും അടിച്ചോടിച്ചു വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ പ്രദേശം എന്താണ്? അറബികളുടെ നിയന്ത്രണത്തിലായി എന്നാണ് പറയുന്നത്. അറബികൾ ഇവിടെ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അങ്ങനെ അറബികളുടെ നിയന്ത്രണത്തിലായ പാലസ്തീനെ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തുർക്കികൾ, നമ്മൾ പറയില്ല ഓട്ടോമൽ തുർക്കികൾ, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത ഓട്ടോമൽ തുർക്കികളില്ലേ, അവരേകദേശം ഒരു 16-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു? ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്തെ എന്ത് ചെയ്തു? അവരുടെ കൈവശത്തിലെത്തി. അതോടുകൂടി അറബികൾക്കും പാലസ്തീൻ നഷ്ടമായി, അല്ല? അറബികൾക്കും പാലസ്തീൻ നഷ്ടമായി. പാലസ്തീനിൽ നിന്നും പുറന്തട്ടപ്പെട്ടു പോയ യഹൂദരോ അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചെതറിപ്പോയിട്ട് ചെന്നെത്തിയ പ്രദേശങ്ങളിലെ സമൂഹവുമായിട്ട് ഇണങ്ങി ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. ഇവർ ഭയങ്കരമായ കച്ചവട താല്പര്യമൊക്കെയുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് കാശ് ധാരാളമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. എന്നാൽ ജൂതവിരോധത്തിൻ്റെ വളർച്ചയും അതേപോലെ റഷ്യ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും ഒരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെയുള്ള ആൾക്കാർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൊന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ജൂതന്മാരെന്ന് പറയുന്ന ആളുകൾക്കെതിരായിട്ട് ഭയങ്കരമായൊരു വിരോധം രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ പല ഭാഗത്തുമൊക്കെ വന്നു. അങ്ങനെ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയൊരു ഘട്ടത്തിൽ അവർക്ക് തോന്നി അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. കാര്യം എന്താണ്? അവർ വിവിധ പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് ചേരാനൊരു അവസരം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു ചിന്തയിലേക്ക് എത്തിപ്പെടുകയാണ്. ആ ചിന്തയാണ് യഹൂദരാഷ്ട്രം സ്ഥാപിക്കുന്ന എന്ന ഒരാശയമാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് അവർ വരികയാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ, അല്ലെ 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാമത്തെ പകുതിയിലാണ്, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് യഹൂദർക്ക് പാലസ്തീനിൽ ഒരു മാതൃരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ മുൻകൈ എടുക്കുന്നത്. ഇതിനെയാണ് എന്താണ് സിയോണിസം എന്ന് പറയുന്നത്. സിയോണിസം, അല്ലേ? സിയോണിസം എന്ന പേരിൽ ഒരാശയം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്, അല്ലേ? ഇതിൻ്റെ മുഖ്യ വക്താവ് എന്ന് പറയുന്നത് ലിയോൺ പിയാൻസ്കർ ആയിരുന്നു. ലിയോൺ പിയാൻസ്കർ മുന്നോട്ട് വെച്ച ആശയം, അതെ, ലിയോൺ പിയാൻസ്കർ ആയിരുന്നു ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുണ്ടായിരുന്ന വ്യക്തി, അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ളൊരു അടിത്തറ നൽകി അതിനെ ശക്തമായൊരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തു, അല്ലേ? അപ്പോൾ ലിയോൺ പിയാൻസ്കർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന സിയോണിസം എന്ന പേരുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചെങ്കിലും ഇതിനെ ശക്തമായൊരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് തിയോഡർ ഹെഴ്സൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. തിയോഡർ ഹെഴ്സൽ. ഈ തിയോഡർ ഹെഴ്സലിനെയാണ് നമ്മൾ ഫാദർ ഓഫ് സിയോണിസം എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ സിയോണിസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന പേരാണ് ആര്? തിയോഡർ ഹെഴ്സൽ. രണ്ടുപേരുടെ പേര് ഓർത്തേക്കുക, ലിയോൺ പിയാൻസ്കറും തിയോഡർ ഹെഴ്സലുമാണ്, അല്ലേ? 1897 മാർച്ച് മാസത്തിലാണ് ബാസൽ കൺവെൻഷൻ, അല്ലെങ്കിൽ ബാസലിൽ വെച്ചിട്ട് ഹെർസൽ എന്ത് ചെയ്തു? തിയോഡർ ഹെർസൽ ഒരു പ്രഥമ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട്, ഒരു സിയോണിസ്റ്റ് സമ്മേളനം വിളിച്ചുകൂട്ടി. അദ്ദേഹം രൂപം നൽകിയ എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? പാലസ്തീനിലേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ മാതൃരാജ്യമായ പാലസ്തീനിലേക്ക് വൻതോതിൽ ജൂതന്മാരുടെ കുടിയേറ്റം സംഘടിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ കൈയടക്കുക എന്ന തന്ത്രമാണ് ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ സ്വീകരിച്ചത്. അതായത് ഒരു പ്രദേശത്തേക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് കൂട്ടം കൂട്ടമായിട്ട് എത്തുക, അങ്ങനെ അവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക, അതുവഴി ആ രാജ്യം പിടിച്ചെടുക്കുക. ഇതിനായിട്ട് എന്ത് ചെയ്തു? അവരൊരു ജൂത ദേശീയ ഫണ്ട് രൂപീകരിച്ചു.
എന്നിട്ട് അതുപയോഗിച്ച് ജൂത കുടിയേറ്റക്കാർക്ക് അധിവസിക്കാനുള്ള ഭൂമി പാലസ്തീനിലെ അറബികളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അതായത് റിയൽ എസ്റ്റേറ്റുകാർ നടത്തുന്ന പോലെ ഒരു പ്രദേശത്ത് ചെന്ന് പൊന്നും വില കൊടുത്ത് പറയുന്ന വില കൊടുത്ത് ഭൂമി വാങ്ങിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുകൂടെ താമസിപ്പിക്കുന്ന പരിപാടി. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ എന്താണ്, സിയോണിസ്റ്റ് പ്രസ്ഥാനം കുറേ കൂടിയൊക്കെ വളർന്നു അല്ലെ. യുദ്ധത്തിൽ ഈ പറയുന്ന യുദ്ധം ജയിച്ച ശക്തികളുടെ ഒപ്പം നിന്ന ആൾക്കാരായിരുന്നു ആര്, യഹൂദന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധം തോറ്റ ജർമ്മനിക്ക് എതിരായിട്ട് യഹൂദന്മാർ പോരാടി എന്ന ആ ഒരൊറ്റ കാരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ യഹൂദന്മാർക്കെതിരായിട്ട് തിരിയാൻ കാരണമെന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ 1917 ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, യഹൂദ ജനതയ്ക്കായിട്ട് പാലസ്തീനിലൊരു ദേശീയ വസതി സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം നൽകി. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾക്കൊരു മാതൃരാജ്യം ഞങ്ങൾ പാലസ്തീനിൽ തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടാണ് യഹൂദന്മാർ ജർമ്മനിക്കെതിരായിട്ടൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് മുന്നിട്ട് നിന്നത്. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലറിൽ നിന്ന് അവർക്ക് അതിനുള്ള കനത്ത ആ ഒരു വില അവർക്ക് ലഭിക്കുകയും ചെയ്തു. വില എന്ന് വെച്ചാൽ നമുക്ക് മോശം പദമാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും യഹൂദന്മാരെ മൊത്തം കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആര് നടത്തിയത്, അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയിരുന്നത് കേട്ടോ. പിന്നെയോ ഇത് യഹൂദന്മാർക്കൊരു വസതി കൊടുക്കുമെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ബാൽഫോർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ബാൽഫോറാണ് ഒരു സിയോണിസ്റ്റ് നേതാവിന് എഴുതിയ കത്തിലാണ് ഈ വാഗ്ദാനം കൊടുത്തത്, നിങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങൾ സംവിധാനം ചെയ്തു തരാം പാലസ്തീനിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഇതിനെയാണ് ബാൽഫോർ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബാൽഫോർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1917 ആ കാലഘട്ടങ്ങളിലാണ് ഈ ഡിക്ലറേഷനൊക്കെ നടന്നത് കേട്ടോ. ഈ ഡിക്ലറേഷൻ വന്നതോടെ ബ്രിട്ടീഷുകാരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ജൂതന്മാർ ആ പാലസ്തീനിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുകയും അത് അറബി ജൂത പോരാട്ടത്തിന് കളമൊരുക്കുകയും ചെയ്തു കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർ പല പ്രദേശങ്ങളും ഇത് കൈവശപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് അല്ലേ. യുദ്ധാനന്തരം ബ്രിട്ടൻ്റെ ഒരു പ്രദേശമായിട്ട് ഇത് അവിടെ മാറ്റപ്പെട്ടു. താമസിയാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ ഈ പറഞ്ഞ പാലസ്തീനിലേക്ക് വരാൻ തുടങ്ങി. നാസികളുടെ പീഡനത്തിന് വിധേയരായി യഹൂദന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, പാലസ്തീനിലേക്ക് കുടിയേറി തുടങ്ങി. കൂടാതെ ചെയിം യുസ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അല്ലേ, ചെയിം യുസ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ജൂവിഷ് ഏജൻസി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പോൾ ചെയിം യുസ്മാനും ഈ പറയുന്ന ജൂവിഷ് ഏജൻസിയും എന്ത് ചെയ്തു, ആൾക്കാരെ വൻതോതിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 1940 പാലസ്തീനിലെ യഹൂദരുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പാലസ്തീനിലെ ജനസംഖ്യയുടെ പകുതിയായിട്ട് വർദ്ധിച്ചു. അങ്ങനെ എണ്ണം കൂടിയ ജൂതന്മാർ എന്ത് ചെയ്തു, അറബികളിൽ നിന്നും ഭൂപ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി ഭയങ്കരമായിട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ കൃഷി ആരംഭിച്ചു. സഹകരണ അടിസ്ഥാനത്തിൽ ഈ ജൂതന്മാർ പലസ്തീനിൽ നടത്തിയ കൃഷി അറിയപ്പെട്ടിരുന്ന പേരാണ് കിബുട്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. കിബുട്സിൻ ഇവർ ഭയങ്കര അധ്വാനികളായിരുന്നു കേട്ടോ. കാരണം സ്വന്തമായിട്ടൊരു രാജ്യം ഇവർക്ക് വേണമല്ലോ. അങ്ങനെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇവരുടെ കൈവശമുള്ള പ്രദേശം വ്യാവസായികമായിട്ടും വാണിജ്യപരമായിട്ടുമൊക്കെ ഭയങ്കരമായൊരു വളർച്ചയൊക്കെ കൈവരിക്കാൻ തുടങ്ങി. ഇവർ ക്യാപിറ്റലിസ്റ്റ് ആശയമാണ് ഈ പറയുന്ന യഹൂദന്മാർ പിന്തുടർന്നു വന്നിരുന്നത്. ഇവരുടെ പിതാവെന്ന പേരിൽ നമ്മൾ വിളിക്കുന്നവരെയാണ് ലിയോൺ പിയാൻസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മൾ ഇവരുടെ പിതാവെന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ആ ഒരു കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. എന്തായിരിക്കാം നമ്മൾ പറഞ്ഞത്, എന്താണ് വേൾഡ് സിയോണിസ്റ്റ് ഓർഗനൈസേഷൻ രൂപം കൊടുത്തത് പാലസ്തീനിൽ വെച്ചിട്ട് 1847 അല്ലേ, മാർച്ചിൽ ബാസലിൽ വെച്ചിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ പാലസ്തീനിലേക്ക് ജൂതന്മാരുടെ ആ കനത്ത വരവുണ്ടല്ലോ, ജനപ്രവാഹം, പാലസ്തീനിലേക്ക് ജൂതന്മാരുടെ പ്രവാഹം, അതിനെ ആദ്യം അറബികൾ സംശയത്തോടു കൂടിയാണ് കണ്ടത്. എന്താണ് ഇവന്മാർ ഇങ്ങോട്ട് വരാൻ കാര്യം? പതുക്കെ അവർക്ക് മനസ്സിലായി, ഇവന്മാർ വന്ന് നമ്മുടെ ഭൂമി വാങ്ങിച്ചിട്ട് കൂട്ടത്തോടു കൂടി ഇവിടെ താമസിക്കാനാണല്ലോ വരുന്നത് എന്നൊരു ചിന്തയുണ്ടായി. അതോടുകൂടി എന്താണ്, ഇവർക്ക് പിന്നെ പേടിയായിപ്പോയി. പേടി വന്നതോടുകൂടി എന്തായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. ജൂതക്കുടിയേറ്റം ശക്തി ആർജോട് അറബികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യം എന്താണ്, വൻതോതിൽ ഭൂമി ഇവന്മാർ വാങ്ങിച്ചെടുത്തില്ലേ. അങ്ങനെ അറബ് കർഷകരിൽ നിന്നും ഭൂമി വാങ്ങിയ യഹൂദന്മാർ ഈ അറബ് കർഷകർ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് എന്ത് ചെയ്തു, അങ്ങനെ അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത്രയും നാൾ അറബികൾ പണിയെടുത്തിരുന്ന ഭൂമി എന്ത് ചെയ്തു, ഈ പറയുന്ന ജൂതന്മാരുടെ കൈവശം കിട്ടി. എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജൂത കുടിയേറ്റം എന്ന് പറയുന്നത് അറബികളുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലോട്ട് മാറ്റുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ഈ വിദേശികൾക്കെതിരെ പോരാടിയിരുന്ന അറബികൾക്ക് ജൂതന്മാർക്കെതിരെയും കൂടി പോരാടേണ്ടുന്ന ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ അറബികളും ജൂതന്മാരും ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം പോരാടാൻ തുടങ്ങുന്നൊരു കാലഘട്ടം ഇതാണ്. പാലസ്തീന് വേണ്ടിയിട്ടുള്ള ഈ അറബ് ജൂത പോരാട്ടം പതുക്കെ എന്താണ്, അപകടകരമായ രീതിയിലേക്ക് വളർന്നു. പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും വെച്ചിട്ട് ഇവർ ആക്രമിക്കപ്പെടുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി എന്താണ്, പാലസ്തീൻ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ട് വരികയാണ്. നാസികളെന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ആൾക്കാർ നടത്തിയ കൂട്ടക്കൊല എന്ന് പറയുന്നത് യഹൂദരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. അവർക്കൊരു സ്വന്തം രാജ്യം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് അവർ മുന്നോട്ട് വരാനൊക്കെ അത് കാരണമാവുകയാണ്.
പ്രത്യേകിച്ച് ഏകദേശം 1945-നും 1949-നും മധ്യേ ഭയങ്കര രക്തരൂഷിതമായ ഒരുപാട് സംഭവങ്ങൾ വ്യാപിച്ചു. ഇവർ സിയോണിസ്റ്റുകളെന്ന് പറയുന്ന ആൾക്കാരെന്താണ്, ആ പാലസ്തീൻ രാജ്യം അവിടെ ഇസ്രായേൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയുമുണ്ടായി. അല്ലേ, ബ്രിട്ടീഷുകാരാണെന്നുണ്ടെങ്കിലോ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ബ്രിട്ടീഷുകാർ നിന്നു. അല്ല, ബ്രിട്ടീഷുകാർക്ക് പോലും ഈ പറയുന്ന യഹൂദരുടെയും അറബികളുടെയും ഒക്കെ എതിർപ്പിനെ നേരിടേണ്ടി വരികയും പലപ്പോഴും ആക്രമണങ്ങളെ തന്നെ നേരിടേണ്ടി വരികയും ചെയ്തു. ഇത്തരത്തിൽ ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ടായി. അതോടുകൂടി എന്താണ്, രണ്ടു കൂട്ടർക്കും കൂടി ആ പ്രദേശം അങ്ങ് കൊടുക്കാനായിട്ട് ഒരു ധാരണ എടുത്തു. അങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണ്, പാലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങൾ വരാനായിട്ടുള്ള തീരുമാനം വരികയാണ്. അങ്ങനെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഏണസ്റ്റ് ബെവിൻ എന്ത് ചെയ്തു, ഈ പാലസ്തീൻ്റെ വിഷയം ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറിക്കൊണ്ട് അവിടുന്ന് തലയൂരിപ്പോയി. 1947 ഈ ബെവിൻ, അതായത് നമ്മൾ പറഞ്ഞ ഏണസ്റ്റ് ബെവിൻ, പാലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം പാലസ്തീൻ പ്രശ്നം അന്വേഷിക്കുന്നതിന് 11 അംഗങ്ങളുള്ള ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയാണ് പറഞ്ഞ പാലസ്തീനെ അറബ് ജൂത രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞു. അങ്ങനെ 1947 നവംബറിൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒരു പ്രത്യേക കമ്മിറ്റി കൂടുകയും ഈ പറയുന്ന റിപ്പോർട്ടിന് അംഗീകരിക്കുകയും പാലസ്തീനെ അറബ് രാജ്യം എന്ന പേരിലും യഹൂദ രാജ്യം എന്ന പേരിലും വിഭജിക്കാനും തീരുമാനിച്ചു. UN പദ്ധതി, അതായത് പാലസ്തീനെ രണ്ട് രാജ്യങ്ങളെ വിഭജിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പദ്ധതിയെ യഹൂദർ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. അറബികൾ അതിനെ തള്ളിക്കളഞ്ഞു. ഈ UN പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ അറബികൾ യഹൂദന്മാരും തമ്മിൽ യുദ്ധവും ആരംഭിച്ചു. UN പദ്ധതി നടപ്പിലാക്കുന്നതുവരെ കാത്തിരിക്കാനായിട്ട് യഹൂദന്മാർ തയ്യാറായില്ല, അറബികളും തയ്യാറായില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഫർഗാന, ഇർഗാൻ, സ്റ്റെൻഗ്യാങ്, ഇതൊക്കെ ഏതാണ് ഇസ്രായേലിൻ്റെ തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഇവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, UN പദ്ധതി പ്രകാരം അനുവദിച്ചു കൊടുത്ത പ്രദേശങ്ങളുടെ നിയന്ത്രണങ്ങൾ മുഴുവനും ആര് കൈവശപ്പെടുത്തി, ഇസ്രായേലുകാർ കൈവശപ്പെടുത്തി. അങ്ങനെ ഡിസംബറോടുകൂടി എന്താണ്, അറബികളും ജൂതന്മാരും തമ്മിലുള്ള പോരാട്ടം മൊത്തത്തിൽ പാലസ്തീൻ ഒന്നാകെ വ്യാപിച്ചു. അതായത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്രയും പ്രദേശങ്ങൾ കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് എന്ന് ഇസ്രായേൽ, ഞങ്ങൾ തൃപ്തരല്ല എന്ന് അറബികൾ. ഈ ഇസ്രായേൽ അവർക്ക് അനുവദിച്ച പ്രദേശം മൊത്തം കൈവശപ്പെടുത്താൻ നോക്കുമ്പോൾ അറബികൾ അതിനെ എതിർത്തു. അങ്ങനെയാണ് അറബികളും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം വരുന്നത്. അങ്ങനെ 1948 എന്ത് ചെയ്തു, പരസ്പരം ഇവരെന്ത് ചെയ്തു, പോരാട്ടം തുടങ്ങി. അങ്ങനെ ഒരു പൊതുയുദ്ധം 1948 അവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ബ്രിട്ടൻ പിന്മാറിയ ദിവസം തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. കാര്യം ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നല്ലോ ഈ പ്രദേശം. അങ്ങനെ ഈ ബ്രിട്ടൻ പിന്മാറിയ ദിവസം തന്നെ സിയോണിസ്റ്റ് നേതാവായ ബെൻ ഗുരിയോൻ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ വെച്ചിട്ട് ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപീകരിക്കപ്പെടുന്നു എന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ബെൻ ഗുരിയോണും അതേപോലെ പ്രസിഡൻ്റായിട്ട് ചെയിം വിയസ്മാനും അധികാരമേറ്റ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ രാജ്യത്തിന് അംഗീകാരവും കൊടുത്തു. അങ്ങനെ 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം രൂപീകരിക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയായിട്ട് ബെൻ ഗുരിയോനും പ്രസിഡൻ്റായിട്ട് ചെയിം വിയസ്മാനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു, ഈ അറബികളും യഹൂദനും തമ്മിലുള്ള യുദ്ധത്തിന് തീവ്രത അങ്ങോട്ട് കൂടി. അല്ലേ, ഈജിപ്റ്റ്, ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ, സൗദി അറേബ്യ, അല്ലേ, ട്രാൻസ് ജോർദാൻ മുതലായിട്ടുള്ള അറബി രാജ്യങ്ങൾ ഈ പറയുന്ന പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അറബികൾ നിഷ്പ്രയാസം വിജയം നേടുമെന്നുള്ള കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട്, കാരണം ഇവർ ഒരുപാട് രാജ്യങ്ങളില്ല, ഇസ്രായേൽ ഒറ്റ രാജ്യമല്ലേ ഉള്ളൂ. ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തി ലോകത്തിനെ അമ്പരപ്പിച്ചു. അറബികൾക്കിടയിലുള്ള ഭിന്നതയാണ് മുഖ്യമായിട്ടും ഇവരുടെ തോൽവികൾക്ക് ഇടയാക്കിയത്. മാത്രമല്ല യഹൂദന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഇതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടമായിരുന്നു. അങ്ങനെ 1949 ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് ഒരു വിരാമ കരാർ ഇവിടെ നടപ്പിലാക്കി. ഇതനുസരിച്ച് UN പദ്ധതി പ്രകാരം അനുവദിച്ചതിനേക്കാൾ 21% കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു. അതായത് നേരത്തെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇസ്രായേലിന് അനുവദിച്ച പ്രദേശം ഇസ്രായേൽ വേലി കെട്ടി തിരിച്ചപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ അറബികൾ പ്രശ്നമുണ്ടാക്കിയതും യുദ്ധത്തിന് കാരണമായത്. പക്ഷേ ആ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഇസ്രായേലിന് അനുവദിച്ചിരുന്ന പ്രദേശത്തിൻ്റെ 1/4 പ്രദേശം കൂടി ഇസ്രായേലിന് കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അതായത് ആ യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായത് ഇസ്രായേലിന് മാത്രമാണ്, പിന്നീടുണ്ടായ യുദ്ധങ്ങൾ കൊണ്ട് നേട്ടമുണ്ടായത് ഇസ്രായേലിന് മാത്രമാണ്. അല്ലേ, ഇതേപോലെ തന്നെ യുദ്ധവിരാമം അവസാനിപ്പിക്കുന്നൊരു കരാറുണ്ടല്ലോ, ആ കരാറിന് മുമ്പ് തന്നെ ട്രാൻസ് ജോർദാനിലെ രാജാവ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലസ്തീൻ പ്രദേശമായ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്തെ അദ്ദേഹം ജോർദാൻ എന്ന് പുനർനാമകരണവും ചെയ്തു. അതായത് സംഭവം ഇത്രയുള്ളൂ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജോർദാൻ, സിറിയ എന്നൊക്കെ ഈജിപ്റ്റ് കുറേ രാജ്യങ്ങളൊന്നുമല്ലോ,
അവർ ചെയ്ത രാജ്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർ ചെയ്ത ചതി എന്ന് വെച്ചാൽ, ഈ പാലസ്തീനെ സഹായിക്കാമെന്ന ആൾക്കാരെല്ലാവരും കൂടി ചെയ്ത കാര്യം വെച്ചാൽ പാലസ്തീനെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി പാലസ്തീൻ്റെ കുറേ പ്രദേശങ്ങൾ ഇവർ പിടിച്ചെടുത്ത് ഇവരുടെ രാജ്യത്തിൻ്റെ കൂട്ടത്തിൽ വെച്ചു. ഫലത്തിൽ പാലസ്തീന് സംഭവിച്ച കാര്യം എന്താണ്? അവരുടെ കൈവശമുള്ള പ്രദേശം പല രാജ്യങ്ങളുടെ കൈവശത്തിലേക്ക് പോയി. ഇസ്രായേലിൻ്റെയും കൈവശം പോയി, അവരെ സഹായിക്കാമെന്ന ആൾക്കാരുടെയും കൈവശത്തിലേക്ക് പോയി. കേട്ടോ, നോക്കിക്കേ, ഇവിടെ പറഞ്ഞില്ലേ, അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശം എന്ത് ചെയ്തു? ഈ ജോർദാൻ രാജാവ് പിടിച്ചെടുത്ത് അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടി. ഇസ്രായേലിൻ്റെ ഒപ്പം എന്ത് ചെയ്തു? പങ്കുവെച്ചു. അല്ലേ, ജെറുസലേമിനെയും പങ്കുവെച്ചു. ആര്? ജോർദാനും ഇസ്രായേലും കൂടിയിട്ട്. പിന്നെയോ ഗാസ എന്ന് പറഞ്ഞ മുനമ്പ്, അല്ലെ, ഗാസ, അത് ഈജിപ്റ്റ് പിടിച്ചെടുത്ത്, അല്ലേ, സഹായിക്കാൻ വന്നവർ പിടിച്ചെടുത്ത ഓരോ കാര്യങ്ങളെ. പിന്നെയോ 1952 കേണൽ അബ്ദുൽ നാസർ, ജനറൽ മുഹമ്മദ് നജീബ് എന്നിവർ ചേർന്ന് രക്തരഹിതമായൊരു അട്ടിമറിയിലൂടെ ഈജിപ്തിൽ അധികാരം പിടിച്ചെടുത്തു. പിന്നീട് മുഴുവൻ അധികാരവും സ്വന്തം കൈകളിൽ ഉറപ്പിച്ച, അല്ലേ, ഗമാൽ അബ്ദുൽ നാസർ അറബികളുടെ ഐക്യത്തിന് സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് നിലകൊണ്ടു. അല്ലേ, യഹൂദരിൽ നിന്ന് പാലസ്തീനെ മോചിപ്പിക്കണമെന്നുള്ള നാസറിൻ്റെ നിലപാട് അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ ശത്രുവാക്കി മാറ്റിയാണുണ്ടായത്. അതായത് ഈജിപ്റ്റ് എന്ന രാജ്യത്ത് ഗമാൽ അബ്ദുൽ നാസർ അധികാരത്തിൽ വന്നപ്പോൾ ഗമാൽ അബ്ദുൽ നാസറിന് യഹൂദരോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം അതുകൊണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഇവർ തമ്മിലുള്ള വലിയൊരു വിഷയമായിട്ട് മാറുകയും ഈ പറയുന്ന നമ്മുടെ ഈജിപ്റ്റും ഇസ്രായേലും തമ്മിൽ പലപ്പോഴും യുദ്ധത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തു. അതിലൊന്നാണ് സൂയസ് കനാൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് ഗമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ, അതായത് സൂയസ് കനാൽ പ്രതിസന്ധി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. ഗമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റ് ക്രമേണ ഒരു പ്രബല ശക്തിയായിട്ട് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അല്ലേ, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ രാജ്യത്തൊരു സ്വതന്ത്ര സൈനിക ശക്തി വികസിപ്പിച്ചെടുക്കാനും നാസർ പരിശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ഈജിപ്റ്റ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സഹായം സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൈൽ നദിയിൽ കെട്ടിക്കൊണ്ടിരുന്ന അസ്വാൻ അണക്കെട്ടിനുള്ള സാമ്പത്തിക സഹായം അമേരിക്ക പിൻവലിച്ചു. അതായത് ഗമാൽ അബ്ദുൽ നാസർ അമേരിക്കയുടെ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയിട്ട് സൈനികപരമായിട്ട് ഒരു മെച്ചപ്പെടുത്തൽ നടത്താൻ ആഗ്രഹിച്ചപ്പോൾ അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്ക എന്ത് ചെയ്തു? ഈ നമ്മുടെ അസ്വാൻ എന്ന് പറഞ്ഞൊരു അണക്കെട്ട്, ഇവിടെ നൈൽ നദിയിൽ കെട്ടിക്കൊണ്ടിരുന്ന അസ്വാൻ എന്ന് പറയുന്നൊരു അണക്കെട്ടുണ്ട്, അതിനുള്ള സാമ്പത്തിക സഹായം എന്ത് ചെയ്തു? അമേരിക്കക്കാർ പിൻവലിച്ചു. ഇതിന് പകരം വീട്ടാനായിട്ട് ആര് തീരുമാനിച്ചു? ഈ പറയുന്ന ഈജിപ്റ്റ് തീരുമാനിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? 1956 ജൂലൈ മാസം 26 സൂയസ് കനാലിന് ദേശസാൽക്കരിച്ചു. ഇതിനെ തുടർന്ന് ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും ഈജിപ്തിനെ അങ്ങോട്ട് ആക്രമിച്ചു. അതായത് സൂയസ് കനാല് ഈജിപ്തിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ പോകുന്നുള്ളൊരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് നിന്നതായിരുന്നു. അതിനെ ഞങ്ങളിത് അങ്ങോട്ട് പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് ഈജിപ്റ്റ് എന്ത് ചെയ്തു? സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ചു. അതോടുകൂടി യുദ്ധമുണ്ടായി. ഇത് ലോകവ്യാപകമായിട്ടൊരു പ്രതിഷേധമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ ഈ ആക്രമണത്തെ അപലപിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലേ, മാത്രമല്ല ഈജിപ്തിൽ നിന്ന് ആക്രമണകാരികൾ പിന്മാറിയില്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈജിപ്തിനെ പ്രതിരോധിക്കുമെന്ന് സോവിയറ്റ് യൂണിയനും പ്രഖ്യാപിച്ചു. അതായത് സോവിയറ്റ് യൂണിയനുമായിട്ട് ഈജിപ്റ്റ് കമ്പനി കൂടിയതാണ് അമേരിക്കയും ബ്രിട്ടനെയും ഈജിപ്തിനെയും എല്ലാം പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയില്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഈജിപ്തിനെ പ്രതിരോധിക്കുവാനായിട്ട് മിസൈലുകളുമായിട്ട് വരുമെന്നും പറഞ്ഞു. അത് കേട്ടതോടുകൂടി 1956 നവംബർ മാസം 7 ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ സൈന്യം ഈജിപ്തിൽ നിന്ന് പിന്മാറി. ഇസ്രായേലും ഈജിപ്തും എന്ത് ചെയ്തു? വെടിനിർത്തലിനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരാജയമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ 1967 അറബും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം നടക്കും. അപ്പോൾ ഇസ്രായേലികളും അറബികളും തമ്മിൽ 1967 വീണ്ടും ഒരു യുദ്ധം നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ 6 ഡേ വാർ എന്ന് പേരിട്ടാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 6 ഡേ വാർ. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഏതാണ്? ഈ അറബികളും ഇസ്രായേലികളും തമ്മിലുള്ള യുദ്ധമാണ്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നത്. അതായത് പ്രതിസന്ധികൾക്ക് ശേഷം വീണ്ടും അറബികളും ഇസ്രായേലികളും തമ്മിൽ എന്താണ്? വീണ്ടും ഒരു യുദ്ധമുണ്ടാവുകയാണ്. അത് 1967 യുദ്ധമുണ്ടായത്. അതായത് പാലസ്തീൻ അഭയാർത്ഥികളുടെ പ്രശ്നം, അല്ലേ, അതേപോലെ തന്നെ ബാത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ജോർദാൻ നദീജലത്തിലെ പ്രശ്നം എന്നിവയാണ് ഈ സംഘർഷത്തിൻ്റെ കാരണങ്ങളായിട്ട് വന്നത്. 1967 സംഘർഷത്തിൻ്റെ പ്രധാന കാരണമായിട്ട് വന്നത് പാലസ്തീനിലുള്ള അഭയാർത്ഥികളുടെ പ്രശ്നമുണ്ട്. അതുപോലെ ബാത്ത് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, പാലസ്തീനിലെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ ജോർദാൻ നദിയിലെ നദീജല പ്രശ്നം, അല്ലേ, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അറബി രാഷ്ട്രങ്ങൾ, ഇസ്രായേലിനോട് താല്പര്യമില്ലാത്ത അറബി രാഷ്ട്രങ്ങൾ ആരൊക്കെയാണ്? സിറിയ, ജോർദാൻ, ലെബനൻ, ഇറാഖ്, സൗദി അറേബ്യ മുതലായ അൾജീരിയ, ഇവരെല്ലാവരും ഇസ്രായേലിനെതിരായിട്ട് സംഘടിക്കുകയും യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാനും തുടങ്ങി.
അപ്പോൾ എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പായി. അവരിങ്ങോട്ട് കയറി അടിക്കാൻ വരുമെന്ന് ഇസ്രായേലിനും മനസ്സിലായി. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു? ആക്രമിക്കപ്പെടാനായിട്ട് കാത്തിരിക്കാതെ അങ്ങോട്ട് കയറിയിട്ട് ഒരു അറ്റാക്ക് നടത്തി. അതായത് ആക്രമിക്കപ്പെടാനായി കാത്തിരിക്കാതെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ് നല്ലതെന്ന് ഇസ്രായേലികൾ കരുതി എന്ത് ചെയ്തു? അങ്ങനെ പ്രതിരോധത്തേക്കാൾ ഉപരോധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന രാജ്യങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതിന് മുൻപായിട്ട് അങ്ങോട്ട് കയറി യുദ്ധം പ്രഖ്യാപിച്ചു. ജൂൺ 8 കയറി അറ്റാക്ക് ചെയ്തു. 1967 ജൂൺ മാസം 8 അങ്ങോട്ടേക്കൊരു ആക്രമണം നടത്തി. ഈ ജൂൺ 8 അറബികൾക്കെതിരായിട്ട് യുദ്ധം ആരംഭിച്ചു. അതിവേഗം മുന്നേറിയ ഇസ്രായേലിൻ്റെ സൈന്യം ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പ്, സിനായ് എന്ന് പറഞ്ഞ പെനിൻസുല ഇത് പിടിച്ചെടുത്തു. അങ്ങനെ ഈജിപ്റ്റ് കൈവശപ്പെടുത്തിയിരുന്ന ഗാസയും സിനായ് പെനിൻസുലയും ആര് പിടിച്ചെടുത്തു? ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. അതുപോലെ ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേം, അതായത് ആദ്യത്തെ യുദ്ധസമയത്ത് പാലസ്തീൻ്റെ പ്രദേശം ജോർദാൻ പിടിച്ചെടുത്തില്ലേ, അത്. അപ്പോൾ ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു. സിറിയ പണ്ട് പങ്കിട്ടെടുത്തിരുന്ന ഗോളൻ ഹൈറ്റ്സ് ഉണ്ട് പാലസ്തീനിൽ നിന്ന്, ആ ഗോളൻ ഹൈറ്റ്സ് എന്ത് ചെയ്തു? ഇസ്രായേലുകാർ പിടിച്ചെടുത്തു. സ്വന്തം രാജ്യത്തിൻ്റെ 2 ഇരട്ടിയോളം വരുന്ന അറബി പ്രദേശങ്ങൾ ഇസ്രായേലുകാർ പിടിച്ചെടുത്തു. 6 ദിന യുദ്ധം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ജൂൺ 10 അല്ലേ UN എന്ത് ചെയ്തു? വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അതായത് യുദ്ധം ചെയ്യാൻ പോയി, 2 വട്ടം യുദ്ധം ചെയ്യാൻ പോയപ്പോഴും കയ്യിലിരുന്ന പ്രദേശങ്ങൾ നഷ്ടപ്പെടാൻ മാത്രമായിരുന്നു ഈ അറബി രാജ്യങ്ങളുടെ വിധി എന്ന് പറയുന്നത്. ഇനി ഒരു യുദ്ധം കൂടിയുണ്ട് കേട്ടോ, ആ യുദ്ധം കൂടി നമുക്ക് പഠിക്കാം. അതാണ് 1973 അറബ് ഇസ്രായേലി യുദ്ധം എന്ന് പറയുന്ന യോം കിപ്പൂർ എന്ന് പറയുന്ന വാർ. യോം കിപ്പൂർ 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങാനായിട്ട് ഇസ്രായേലികൾ ഒരുക്കമായിരുന്നില്ല അല്ലേ. ഒക്കുപ്പൈഡ് ടെറിട്ടറീസ് അഥവാ അധിനിവേശ പ്രദേശങ്ങളെന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അല്ലേ. ഇസ്രായേലിനെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തതാണ് 1948 യുദ്ധം. ഇസ്രായേലിനെ കയറി അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്തതാണ് 1967 യുദ്ധം അല്ലേ. 6 ദിന യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് ഇസ്രായേലികൾ ഒരുക്കമായിരുന്നില്ല അല്ലേ. ഒക്കുപ്പൈഡ് ടെറിട്ടറീസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്തു? അവർ ജൂത കുടിപ്പാർപ്പുകൾ തുടങ്ങി. അത് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർ ഇട്ടുകൊടുക്കുകയില്ല, പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഞങ്ങളുടെ കൈവശം വെക്കുമെന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെ നയം. അങ്ങനെ ഇവർ ജൂത കുടിപ്പാർപ്പുകൾ അവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നത് അല്ലേ. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന പേരാണ് മുഹമ്മദ് യാസർ അറാഫത്തിൻ്റെ പേരെ എടുത്തു പറയേണ്ടത്. യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാലസ്തീൻ സംഘടന അല്ലേ, പാലസ്തീൻ വിമോചന സംഘടന അഥവാ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ PLO ഇസ്രായേലിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കുവാനായിട്ട് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഗമാൽ അബ്ദുൽ നാസറിന് ശേഷം ഈജിപ്തിലെ പ്രസിഡന്റായ അൻവർ സാദത്ത് സിറിയയുമായിട്ട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ട് പാലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1973 ഒക്ടോബർ 6 ഈജിപ്തിൻ്റെയും സിറിയയുടെയും സൈന്യങ്ങൾ എന്ത് ചെയ്തു? സംയുക്തമായിട്ട് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ഇതാണ് സംഭവിച്ചത് അല്ലേ. യഹൂദന്മാർ ഈ ആണ്ടുതോറും നടത്തി വരുന്നൊരു ഉത്സവമുണ്ട് കേട്ടോ. യഹൂദന്മാർ ആണ്ടുതോറും നടത്തി വരുന്ന ഒരു ഉത്സവമുണ്ട്. അതിൻ്റെ പേരെന്താണ്? യോം കിപ്പൂർ എന്നാണ് ഈ ഉത്സവത്തിൻ്റെ പേര് അല്ലേ, യോം കിപ്പൂർ. അത് ദിവസമാണ് ഇവിടെ ഈ യുദ്ധമുണ്ടായത്. അങ്ങനെ 1973 അറബ് ഇസ്രായേലി യുദ്ധം യോം കിപ്പൂർ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. തുടക്കത്തിൽ എന്തായി? ഇസ്രായേൽ തിരിച്ചടിയേറ്റു. തുടക്കത്തിൽ തിരിച്ചടിയേറ്റ ഇസ്രായേൽ എന്ത് ചെയ്തു? പ്രത്യാക്രമണം ആരംഭിച്ചു. പ്രത്യാക്രമണം ആരംഭിക്കുക മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും രംഗത്ത് വരികയും ഒക്ടോബർ 24 വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഇപ്പോഴത്തെ പ്രശ്നം നോക്കിയാൽ എന്തായിരിക്കാം? ഹമാസ് എന്ന് പറഞ്ഞൊരു സംഘടന ഇസ്രായേലിൻ്റെ ആ ഒരു അതിർത്തിയിലേക്ക് കടന്നിട്ട് വീണ്ടും ഇസ്രായേലിനെ കയറിയൊരു അറ്റാക്ക് നടത്തുകയുണ്ടായി. ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പാലസ്തീൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ ആരുടെ കയ്യിലായിപ്പോയി? ഇസ്രായേലുകാരുടെ കൈവശമായിപ്പോയി. അതായത് അങ്ങോട്ട് യുദ്ധത്തിന് ചെന്ന് കൈവശമുള്ള പ്രദേശങ്ങൾ ഓരോന്നായിട്ട് നഷ്ടപ്പെടുത്തി എന്നതല്ലാതെ നമുക്കൊന്നും ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല. നിഷ്പക്ഷമായിട്ട് നിന്ന് നോക്കിയാൽ കൈവശമുള്ള പ്രദേശങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുവാൻ മാത്രമേ യുദ്ധങ്ങൾ കാരണമായിട്ടുള്ളവർക്ക് പാലസ്തീനും. അങ്ങനെ ഇസ്രായേലിൽ ഇവർക്ക് തൊടാനായിട്ടൊരു ഭയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അടുത്തൊരു പൊളിറ്റിക്സ് വരികയാണ്. അതാണ് ഓയിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ലോകത്തിലെ എണ്ണ സമ്പത്തിൽ 60% എവിടെയാണ്? നമ്മുടെ ഈ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞൊരു മേഖലയിലാണ് അല്ലേ. പശ്ചിമേഷ്യയിലാണ് എണ്ണ സമ്പത്തുള്ളത്. അതായത് 1967 യുദ്ധത്തിന് ശേഷം ഈ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതി ചെയ്യുന്ന അറബ് രാഷ്ട്രങ്ങളുടെ സംഘടന അങ്ങോട്ട് രൂപീകരിച്ചു. ഈ സംഘടനയാണ് OPEC എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. OPEC അല്ലേ, ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ അല്ലെ OPEC.
പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാക്കിയൊരു കൂട്ടായ്മയാണ് ഒപെക് എന്ന് പറയുന്നത്. കാരണം എണ്ണ എല്ലാവർക്കും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാക്കിയൊരു കൂട്ടായ്മ അല്ലേ. 1973 യുദ്ധത്തിന് ശേഷമാണ് എണ്ണ രാഷ്ട്രീയത്തെ അവർ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് അല്ലേ. രണ്ട് മാർഗ്ഗങ്ങൾ അവരിതിനായിട്ട് ഉപയോഗിച്ചു. ഒന്നെന്താണ്? എണ്ണയുടെ ഉൽപ്പാദനം അങ്ങോട്ട് കുറയ്ക്കുക. എണ്ണയുടെ ഉൽപ്പാദനം കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും. രണ്ടാമത്തെ കാര്യമായി എണ്ണയുടെ വില വർദ്ധിക്കും. കാര്യം ഡിമാൻഡുള്ള സാധനമല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ നടപടി ലോകത്തെമ്പാടും എന്ത് ചെയ്യുന്നു? സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ തുടങ്ങി അല്ല. വികസിത രാജ്യങ്ങളിൽ പലതരത്തിലുള്ള നാണയപ്പെരുപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാനും തുടങ്ങി അല്ലേ. ഇതിൻ്റെ ഫലമായിട്ട് യൂറോപ്പിൽ സാമ്പത്തിക സമൂഹം, അതായത് യൂറോപ്യന്മാർക്ക് കാശിനോടാണ് താല്പര്യം. അവർ പതുക്കെ പാലസ്തീൻകാരോടൊരു ചെറിയ സഹതാപമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇസ്രായേലുകാർക്ക് ആയുധം നൽകുന്നത് ബ്രിട്ടീഷുകാർ നിർത്തിവെച്ചു. ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നയം എന്ന് പറയുന്നത് ജപ്പാൻ എന്ത് ചെയ്തു? ഒന്ന് തിരുത്താനും തീരുമാനിച്ചു. ഈ സമയത്താണ് പുതിയ സംഘടന എന്ന രീതിയിൽ PLO രംഗപ്രവേശനം ചെയ്യുന്ന. PLOയുടെ പേര് നമുക്കറിയാം, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് PLO എന്ന് പറയുന്നത്. 1973 യുദ്ധത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പോരാടാനായിട്ട് അറബ് രാഷ്ട്രങ്ങളൊന്നും തന്നെ തയ്യാറായില്ല. കാര്യം മറ്റൊന്നുമില്ല, വെറുതെ ഇസ്രായേലുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയി കയ്യിലുള്ള ഭൂമി കളയേണ്ടെന്ന നിലപാടാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടെന്നാണ് പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഒരു സംഘടന, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന PLO വരികയാണ്. 1964 എന്ത് ചെയ്തു? ഈ PLO എന്ന് പറയുന്ന സംഘടന പാലസ്തീന് വേണ്ടി പൊരുതിയിരുന്ന സംഘടനകളെ എല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കുടക്കീഴിൽ വരികയാണ്. അതാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലേ. 1969 മുതൽ അല്ലേ യാസർ അറാഫത്താണ് PLOയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കെൽപ്പുള്ള ഒരു സംഘടനയായിട്ട് PLOയെ മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. 1974 പാലസ്തീൻകാരുടെ ഏക പ്രതിനിധി ആരാണ്? പാകിസ്ഥാൻ അല്ല, ഇപ്പം എന്താണ്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് എന്ന് അറബ് രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അല്ലേ. അക്കൊല്ലം UN പൊതുസഭയെ ആര് അഭിസംബോധന ചെയ്യുകയാണ്? നമ്മുടെ യാസർ അറാഫത്ത് അഭിസംബോധന ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. യാസർ അറാഫത്ത് അഭിസംബോധന ചെയ്യുകയും ഉണ്ടായത് ഇവിടെയാണ്. പിന്നെയോ 1970കളിൽ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഈ പറയുന്ന സംഘടന തിരിയുകയാണ് കേട്ടോ. ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആര് തിരിയുകയാണ്? നമ്മുടെ ഈ പറയുന്ന PLO തിരിയുകയാണ്. അതായത് തോക്കിന് തോക്ക്, വാളിന് വാള് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തിലേക്ക് അവർ തിരിയുകയും ഹമാസിനെ പോലുള്ള സംഘടനകൾ ഇവിടെ വരികയും അതേപോലെ നിരന്തരം യുദ്ധവും ബോംബ് സ്ഫോടനമെല്ലാം കൊണ്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് എന്താണ്, ലോക ശ്രദ്ധ പാലസ്തീൻ പ്രശ്നത്തിലേക്ക് എത്തിക്കുവാനുമൊക്കെ ഇവർക്ക് സാധിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഈ വിഷയം ഇപ്പോഴും എന്താണ്, വളരെ ഹോട്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഏത് പഠിക്കേണ്ടി വന്നത്, ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തെപ്പറ്റി പഠിക്കേണ്ടി വന്നത്, പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെപ്പറ്റി പഠിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്നുകൂടി നോക്കുക. ഈ ഇസ്രായേൽ അതുപോലെ തന്നെ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് നമ്മുടെ 2 വീഡിയോകളുണ്ട്, അതുകൂടി നിങ്ങൾക്ക് അയച്ചു നൽകാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു മിഡിൽ ഈസ്റ്റിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ റെക്കോർഡിങ് ഓഫ് ചെയ്യുവാണേ.